സ്വതന്ത്ര ഇന്ത്യയിൽ 60-ലേറെ വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി വളരെ സമാധാനപരമായി തികച്ചും വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഈ പരിപാടിയിൽ നിങ്ങൾക്കെവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എന്റെ കടമ. നമ്മോട് സംസാരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നത് സോൾഡാറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് മുജിബുർ റഹ്മാൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രഭാഷണം നിർവഹിക്കുന്ന മറ്റൊരു സുഹൃത്ത് ഷിഹാബുദ്ദീൻ ഇബ്നു മൂസ അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊതുയോഗത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. വിഭജനത്തിന് മുമ്പ് കുറഞ്ഞ 6 വർഷക്കാലവും അതിനുശേഷമുള്ള 60 വർഷക്കാലവും ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും. ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനമായ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വിശദമായി പരിചയപ്പെടുത്തുവാനും അതിന്റെ നയനിലപാടുകൾ വിശദീകരിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച പൊതുസമ്മേളനമാണിത്. ഈ പൊതുസമ്മേളനത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കാൻ സഹോദരൻ ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പൊതുസമ്മേളനത്തിന് തുടക്കം കുറിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന, നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൗത്യം. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ 20-ാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ രൂപം കൊള്ളുകയും 6 പതിറ്റാണ്ട് കാലത്തോളം ഇന്ത്യയിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വളരെ വ്യക്തമായ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങളുമായി നിരന്തരം സംവദിച്ചുകൊണ്ട് വളരെ സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഒരുപക്ഷെ ഞങ്ങളാരാണ് എന്ന്, തങ്ങളാരാണ് എന്ന് ധാരാളക്കണക്കിന് മലയാള സാഹിത്യങ്ങളിലൂടെയും ഇന്ത്യയിലാണ് എങ്കിൽ വ്യത്യസ്തമായ പ്രാദേശിക ഭാഷകളിലൂടെയും ഇത്രമാത്രം ജനങ്ങളോട് തുറന്ന് വെച്ച് സംസാരിക്കുന്ന സാഹിത്യശേഖരമുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ആർക്കെങ്കിലും വ്യക്തത വേണമെങ്കിൽ വ്യക്തത ലഭിക്കുവാൻ ഏതു ഭാഷ തിരിയുന്നവനും, മലയാളം അറിയുന്നവനോട് മലയാളത്തിൽ, ഹിന്ദി തിരിയുന്നവനോട് ഹിന്ദിയിൽ, ഇംഗ്ലീഷ് മാത്രം മനസ്സിലാകുന്നവരോട് ഇംഗ്ലീഷ് ഭാഷയിൽ തങ്ങൾ ആരാണ് എന്ന് വളരെ വ്യക്തമായി തുറന്നു വെച്ച് സംസാരിക്കുന്ന ഇതുപോലുള്ള സാഹിത്യശേഖരമുള്ള ഒരു പ്രസ്ഥാനത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. അത്രമാത്രം വ്യക്തതയോടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ജന്മം കൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഖാമത്തുദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം, അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം, പ്രവാചകൻ തന്റെ വിയോഗത്തിന് മുമ്പ് വിയോഗാനന്തരം തന്റെ ജനത നിർവഹിക്കണമെന്നോ ലോകത്തെ പിൽക്കാലത്ത് വരാനിരിക്കുന്ന സമുദായത്തോട് വസിയ്യത്ത് ചെയ്ത ദൗത്യം, ആ ദൗത്യമാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂപം കൊണ്ട അന്നു മുതൽ ഇസ്ലാമിക പ്രസ്ഥാനം സമൂഹത്തോട്, പ്രത്യേകിച്ച് സമുദായത്തോട്
ഇസ്ലാം ഒരു കേവല മതമല്ല എന്നും അത് സമഗ്രമായ ഒരു ജീവിത ദർശനമാണ് എന്നും ആ ജീവിത ദർശനത്തിന്റെ അടിത്തറയിൽ സാമൂഹ്യ ജീവിതം പുനഃസംവിധാനിക്കണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാം സമഗ്രമായ ദർശനമാണ്. ജീവിതത്തിന്റെ നിഖില മേഖലകളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ദർശനമാണ്. ആചാരങ്ങളെക്കുറിച്ച്, ആരാധനകളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന പരമ്പരാഗതമായ മതകാഴ്ചപ്പാടിനപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാം ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് മുസ്ലിം സമുദായത്തോട് പ്രബോധനം ചെയ്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് ആശയപരമായി ജമാഅത്തെ ഇസ്ലാമി തുടക്കം കുറിച്ച ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ ഇന്ത്യയിലെ ഇത് മാറ്റി നിർത്തിയാൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഒരു വലിയ അളവോളം സാധിച്ചിട്ടുണ്ട്. ആളുകൾ ജമാഅത്തെ ഇസ്ലാമി ആയോ ആയില്ലേ എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാം സമഗ്രമാണ് എന്നത് ഇന്ന് കേരളത്തിന്റെ പുതിയ വർത്തമാനമല്ല. ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് മാത്രം കേൾക്കേണ്ടതില്ല. ഒരുപക്ഷെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇതൊരു സമഗ്ര ജീവിത ദർശനമാണ്, ജീവിത പദ്ധതിയാണ് എന്ന് പറയുമ്പോൾ, അല്ല മരണ പദ്ധതിയാണ് എന്ന് വിമർശിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഇസ്ലാം ഒരു ജീവിത പദ്ധതിയാണ് എന്ന് അംഗീകരിക്കുക മാത്രമല്ല അതിന്റെ പ്രബോധകരും പ്രചാരകരുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം മാറ്റി നിർത്തി കേരളത്തിലെ മറ്റു പല മതസംഘടനകളുടെയും മുഖപത്രങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ പാരിസ്ഥിതിക നിർദ്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. വേൾഡ് വാർമിംഗുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ആഗോള താപനത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യുന്ന പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് മതസംഘടനകളുടെ മുഖപത്രങ്ങളിലൂടെ വായിക്കാൻ കഴിയും. ഒരു 4-5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇത് ചിന്തിക്കുക പോലും സാധ്യമായിരുന്നില്ല. ആ അർത്ഥത്തിലേക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആശയപരമായ വികാസം എത്തിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ നവയാഥാസ്ഥികരെന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്ന ഏതാനും 1-2 വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ മുസ്ലിം മുഖ്യധാര ഇന്ന് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ ഉയർത്തിപ്പിടിച്ച സമഗ്രമായ ഇസ്ലാമിക ദർശനത്തിന്റെ സമഗ്ര തരങ്ങളെ പ്രതിനിധീകരിക്കുവാൻ ഏതോ അർത്ഥത്തിൽ സന്നദ്ധമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ മാതൃക പ്രവാചകന്മാരാണ്. വസ്തുനിഷ്ഠമായ ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പഠിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്ന മതം ചരിത്രത്തിൽ പ്രവാചകന്മാർ പ്രതിനിധീകരിച്ച മതമാണ്. ചരിത്രത്തിൽ പ്രവാചകന്മാർ പ്രതിനിധീകരിച്ചത് പൗരോഹിത്യ മതത്തെയല്ല, മറിച്ച് വിമോചനാത്മകമായ ഒരു മതത്തെയാണ്. എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് സംസാരിച്ചത് അങ്ങനെയാണ്. ആരാധനകളെക്കുറിച്ച് മാത്രം സംസാരിച്ച പ്രവാചകന്മാരെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒരാൾക്കും എടുത്തുദ്ധരിക്കുക സാധ്യമല്ല. യാ ഖൗമി ഉബ്ദുല്ലാഹ്, എന്റെ ജനതേ നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുക. യാ അയ്യുഹന്നാസേ, മനുഷ്യരെ. ഇങ്ങനെ ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ അതാത് കാലഘട്ടത്തിലെ ജനതയോട്, അതാത് കാലഘട്ടത്തിന്റെ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ സംസാരിച്ചത്.
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വയളൗ അൻഹും മിസ്റഹും വല്ലഗലാലല്ലതി കാനത് അലൈഹിം. പ്രവാചകന്മാരുടെ ദൗത്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഖുർആൻ അവർ ജനങ്ങളുടെ ഭാരം ഇറക്കി വെക്കുന്നവരായിരുന്നു, അവരെ ബന്ധിപ്പിച്ചിരുന്ന ചെങ്ങലക്കെട്ടുകൾ അറുത്തു മാറ്റുന്നവരായിരുന്നു. അപ്പോൾ പ്രവാചകന്മാർ വിമോചകന്മാരായിരുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വഴികേടിലായിരുന്ന ഒരു ജനതയ്ക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിച്ച് ഒരു സമൂഹത്തിന്റെ പുനഃസംവിധാനം നിർവഹിക്കുക എന്ന ദൗത്യമാണ് ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ദുൽമാത്തിൽ നിന്ന് നൂറിലേക്ക് നയിക്കാൻ, ളലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് നയിക്കാൻ, ജാഹിലിയ്യത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് നയിക്കാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ, ഇതാണ് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത്. അതാത് കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പ്രവാചകന്മാർ കടന്നുപോയത്. അതിനിടയ്ക്ക് വിഭജനമുണ്ടായിട്ടില്ല. മതമെന്നും രാഷ്ട്രീയമെന്നും വിഭജനമുണ്ടായിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ വിഭജനമില്ല. ഇസ്ലാം ജീവിതത്തെ ഏകകമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. മനുഷ്യജീവിതത്തെ ഏകവുമായി കണ്ട് അവന്റെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെ വിഭജനം കൂടാതെ അഭിമുഖീകരിച്ച മറ്റൊരു മതത്തെയും തത്വശാസ്ത്രത്തെയും ചരിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് റോമും പേർഷ്യയും തമ്മിലുള്ള സംഘട്ടനത്തെക്കുറിച്ച് അല്ല വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ആയത്തിറങ്ങുന്നത്. അന്നത്തെ അമേരിക്കയും അന്നത്തെ റഷ്യയും എന്തിനാണ് ഒരു മതത്തിന്റെ പ്രബോധകനായ പ്രവാചകനെ ബാധിക്കാത്ത, പ്രത്യക്ഷത്തിൽ ബാധിക്കാത്ത, ഒരു ഭാഗത്ത് മജൂസികളും മറുഭാഗത്ത് വേദക്കാരും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കണം. അതാ കാലഘട്ടത്തിന്റെ സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അതാ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. റോമും അതുപോലെ തന്നെ പേർഷ്യയും തമ്മിലുള്ള സംഘട്ടനത്തിൽ റോമ പരാജയപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ തന്നെ റോമ വിജയിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് മതത്തിന്റെ പ്രവാചകനായ പ്രബോധകന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു സമഗ്രമായ ദർശനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനം. സമകാലിക സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ച പ്രവാചകനെ ഒരാൾക്കും ചരിത്രത്തിൽ ചൂണ്ടിക്കാണിച്ചു തരിക സാധ്യമല്ല. പള്ളിയിൽ ഒതുങ്ങിയ പ്രവാചകനെ, മതത്തിന്റെ ചിട്ടവട്ടങ്ങളിൽ ഒതുങ്ങിയ പ്രവാചകനെ, ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ട പ്രവാചകനെ, ആത്മീയതയെക്കുറിച്ച് മാത്രം സംസാരിച്ച പ്രവാചകനെ, താങ്കളുടെ കാലഘട്ടത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന പ്രവാചകനെ ചരിത്രത്തിൽ ഒരാൾക്കും കാണിച്ചു തരിക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദഗ്രന്ഥത്തിലും അത് കാണുക സാധ്യമല്ല. വേദഗ്രന്ഥത്തിന്റെ അർത്ഥമറിയാത്തവർ ഇന്ന് കുറവാൻ. മലയാളത്തിൽ അതിന്റെ പാരായണങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ അതിന്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ കടന്നു ചെന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളുമായി ചൂഴ്ന്നു നിൽക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഖുർആനിൽ നിന്നുകൊണ്ട് ജീവിതത്തെ വിഭജിക്കാൻ, മതത്തെയും രാഷ്ട്രീയത്തെയും വിഭജിക്കാൻ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ടല്ല നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലഘട്ടത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമാണ്. അതാത് കാലഘട്ടത്തിലെ സമകാലിക ദർശനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. റോമിനെ കൈകാര്യം ചെയ്ത പോലെ, പേർഷ്യയെ കൈകാര്യം ചെയ്ത പോലെ, അതുപോലെ തന്നെ ഫറോവയെയും നമ്രൂദിനെയും റോം അതുപോലെ തന്നെ ചരിത്രത്തിലെ മറ്റു നാഗരികതകളെയും ഒക്കെ കൈകാര്യം ചെയ്തതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനം കടന്നുവരുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ തിണ്ണബലത്തിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ ദർശനങ്ങളെ
ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്തു പോന്നിട്ടുണ്ട്, സയ്യിദ് മൗദൂദി കൈകാര്യം ചെയ്തു പോന്നിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം ആരാധനകളോട് സംവദിക്കുന്ന, ജീവിതത്തോട് സംവദിക്കാത്ത ദർശനമല്ല. ഒരാളുടെ ആത്മീയ രംഗത്ത് ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഒരാൾ മുക്തനാകണമെന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ അയാളുടെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ എല്ലാ രംഗങ്ങളിലും സൃഷ്ടാവായ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അച്ചടക്കമുള്ളവനായി വളരണമെന്നത് ഇസ്ലാമിന്റെ ശാസനയാണ്. ഇത് രണ്ടും ഒരുപോലെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്യുലറിസത്തെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചത്, ക്യാപിറ്റലിസത്തെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചത്, അതേപോലെ തന്നെ ഡെമോക്രസിയെയും നാഷണലിസത്തെയും കുറിച്ച് സംസാരിച്ചത്. മതേതരത്വത്തെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണലിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡെമോക്രസിയെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ഇസ്ലാമിക പ്രധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പാടെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് സംവദിച്ചത്. ഇസ്ലാമിക തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഈ തത്വശാസ്ത്രങ്ങളെ വിശകലനം ചെയ്യുകയും ഇവയുടെ മൗലികമായ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചത്. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇത് നിർവഹിച്ചു നിങ്ങൾ പഠിക്കണം. ഒരു ദർശനത്തിന്റെ മൗലികമായ ഒരു അടിത്തറയുള്ള ഒരു തത്വശാസ്ത്രത്തിന്റെ വക്താവിന് ഇതര ദർശനങ്ങളെക്കുറിച്ച് മൗലികമായ നിലപാടുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി ഒരു ആദർശ പ്രസ്ഥാനമാണ്, അതൊരാൾക്കൂട്ടമല്ല. അതുകൊണ്ട് ഡെമോക്രസിയെക്കുറിച്ച് അതിന് നിലപാടുണ്ട്, സെക്യുലറിസത്തെക്കുറിച്ച് മതേതരത്വത്തെക്കുറിച്ച് അതിന് നിലപാടുണ്ട്. ഇത് പറയുമ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനം പാശ്ചാത്യൻ സെക്യുലറിസത്തെയും പാശ്ചാത്യൻ ഡെമോക്രസിയെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ പലരും വിമർശിക്കാറുള്ളത്. ഇവിടെ നാം അറിയണം, പാശ്ചാത്യൻ സെക്യുലറിസത്തെ മാറ്റി നിർത്തിയത് ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ചും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നിലപാടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നിലപാടുള്ളത് കൊണ്ടാണ് ഇവയെക്കുറിച്ച് നിലപാടുണ്ടാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല, സയ്യിദ് മൗദൂദിക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് നിലപാടുണ്ട്. ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കൊക്കെ നിലപാടുണ്ട്. ഗാന്ധിജിക്ക് നിലപാടുണ്ടായിരുന്നു. ഗാന്ധി ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് ജനാധിപത്യം മച്ചിയാണ്, ജനാധിപത്യം ദേശീയവേശിയാണ്. പാർലമെന്റുകളുടെ ജനാധിപത്യത്തിന്റെ മാതാവെന്ന് പറയുന്ന പാശ്ചാത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് വളരെ നിശ്ചിതമായ ഭാഷയിൽ ഗാന്ധിജി വിശദീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ട്? ഗാന്ധിജിക്ക് നിലപാടുണ്ട്. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു എന്തുകൊണ്ടത് മച്ചിയാണ്, പ്രത്യേകിച്ചൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. എന്തുകൊണ്ടത് വേശിയാണ്? ഗാന്ധിജി പറയുന്നു പാശ്ചാത്യൻ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം അതാർക്കും വിധേയമാകുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഇത് ഗാന്ധിജിയാണ് ഹിന്ദു സ്വരാജിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നത്. ഇതിനർത്ഥം ഗാന്ധിജി ജനാധിപത്യ വിരുദ്ധനാണ് എന്നല്ല. ഗാന്ധിജിക്ക് ജനാധിപത്യത്തെക്കുറിച്ച് അതിന്റെ മൗലികമായ ദൗർബല്യങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റുകൾ ജനാധിപത്യത്തെ ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുന്നു, ആർക്കും കുഴപ്പമില്ല. ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുവഹിദുകൾക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മൗലികമായ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ജനാധിപത്യത്തെക്കുറിച്ച് നമുക്കറിയാം, 100 പേരുള്ളതിൽ 75 പേര് കള്ളുഷാപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൈപൊക്കിയാൽ ആ കള്ളുഷാപ്പ് വരിക എന്നതാണ് ജനാധിപത്യത്തിന്റെ മൗലികത എങ്കിൽ ആ മൗലികതയോട് നമുക്ക് ചില വിയോജിപ്പുകളുണ്ട്. അതേസമയം അതിനപ്പുറത്തുള്ള ചില മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ജനകീയമായ അഭിപ്രായത്തെ മാനിക്കുന്ന ജനാധിപത്യത്തിന്റെ മൗലികമായ ചില ഗുണങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജനാധിപത്യത്തിന്റെ മൗലികമായ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും സയ്യിദ് മൗദൂദി തന്നെ അതിന്റെ ഒരുപാട് ഗുണഗണങ്ങളെ എടുത്ത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാരും കാണൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. സയ്യിദ് മൗദൂദി സാഹിബ് തന്നെ പറയുന്നുണ്ട്, പണാധിപത്യത്തെക്കാൾ, രാജാധിപത്യത്തെക്കാൾ, ഫ്യൂഡൽ പ്രഭുത്വത്തെക്കാൾ ഏറ്റവും മികച്ച ജനാധിപത്യത്തിന്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് മൗദൂദി പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സയ്യിദ് മൗദൂദി ആ കാലഘട്ടത്തിലെ ദർശനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? പ്രവാചകന്മാർ അതാത് കാലഘട്ടത്തിലെ ദർശനങ്ങൾ അഭിമുഖീകരിച്ച് സംസാരിച്ചതുകൊണ്ട് പ്രവാചകന്മാരുടെ പാത അനുധാവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പാതയിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ദർശനങ്ങളെ വിശകലനം ചെയ്യുവാൻ
ഇസ്ലാമിക പ്രസ്ഥാനവും ബാധ്യസ്ഥമാണ്. ക്യാപിറ്റലിസത്തെ കുറിച്ച് സംസാരിച്ചു, കമ്മ്യൂണിസത്തെ കുറിച്ച് സംസാരിച്ചു. നമുക്കറിയാം അതിനെക്കുറിച്ച് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പരിണതിയെക്കുറിച്ച് പ്രവചിച്ചു. സയ്യിദ് മൗദൂദി പറഞ്ഞു, ക്യാപിറ്റലിസം അല്ല കമ്മ്യൂണിസത്തിന്റെ മോസ്കോയിൽ പോലും അഭയം കിട്ടാത്ത ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. സയ്യിദ് മൗദൂദി പറഞ്ഞു, ഒരു ഭൗതിക ദർശനം എന്ന അർത്ഥത്തിൽ കമ്മ്യൂണിസത്തിന് മോസ്കോയിൽ പോലും അഭയം കിട്ടാത്ത ഒരു കാലം ഇതാ വരാനിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ക്യാപിറ്റലിസത്തിന് കാലിടറുന്ന കാലം വരാനിരിക്കുന്നു. അതിന് വാഷിംഗ്ടണിൽ പോലും അഭയം കിട്ടാത്ത ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. നാം ഇന്ന് ക്യാപിറ്റലിസം കാലിടറുന്ന കാലത്ത് ജീവിക്കുന്നവരാണ്. കമ്മ്യൂണിസം മോസ്കോയിൽ പോലും അഭയം കിട്ടാതെ കെട്ടുകെട്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ ഒരു ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട്, ഇസ്ലാമിക ദർശനത്തിന്റെ സമഗ്രമായ വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ തത്വശാസ്ത്രങ്ങളെ വിശകലനം ചെയ്യുക എന്ന ചരിത്ര നിയോഗമാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇസ്ലാമിക പ്രസ്ഥാനം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. മുതലാളിത്തത്തെക്കുറിച്ചും മുതലാളിത്തത്തിന്റെ അധിനിവേശ ശക്തികളെക്കുറിച്ചും അധിനിവേശ താല്പര്യങ്ങളെക്കുറിച്ചും ഇന്നൊരു പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തിൽ നിന്നുകൊണ്ട് ആദർശത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്കറിയാലോ, ഇതുപോലെ വിമർശിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിലില്ല. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും മറ്റു പല പ്രസ്ഥാനങ്ങൾക്കും സാഹിത്യങ്ങളുണ്ടോ ഇല്ല. അതുപോലെ തന്നെ ആ അർത്ഥത്തിലുള്ള വിശദീകരിക്കാവുന്ന വ്യക്തതയുണ്ടോ, വ്യക്തതയില്ല. പക്ഷെ ഇന്ത്യയിലും കേരളത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നതുപോലെ ഗ്രന്ഥശേഖരങ്ങളുള്ള ഒരു പ്രസ്ഥാനം, നിരന്തരമായി സുതാര്യമായ സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, വിധ്വംസക പ്രവർത്തനങ്ങളുടെ പേരിൽ എന്തെങ്കിലും ആ അർത്ഥത്തിൽ നിഗൂഢതയുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ചെറിയ സൂചന പോലും ആരോപിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം, 6 പതിറ്റാണ്ടിന്റെ ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്തരം കേസുകളിലും അതുപോലുള്ള ആരോപണങ്ങളിലും എത്തിപ്പെടാത്ത ഒരു പ്രസ്ഥാനം, ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ സുഹൃത്തുക്കൾ പഠന വിധേയമാക്കണമെന്നാണ് ഞാൻ പറയുക. അല്പം കാമ്പുള്ള പ്രസ്ഥാനമാണ് വിമർശിക്കപ്പെടുക. മതമേഖലയിൽ നിന്ന്, മതേതര മേഖലയിൽ നിന്ന്, രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന്, സാംസ്കാരിക മേഖലയിൽ നിന്ന് ഇന്ന് കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മലയാള പ്രസിദ്ധീകരണത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം വിശകലനം ചെയ്യപ്പെടാത്ത ഒരു വാരിക പോലും ഇറങ്ങുന്നില്ല. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇസ്ലാമിക പ്രസ്ഥാനം നിരൂപണ വിധേയമാക്കുന്നു. എന്തുകൊണ്ട്? ഇസ്ലാമിക പ്രസ്ഥാനം കാലികമായി ജനങ്ങളോട് സംവദിക്കുന്നതുകൊണ്ട്, ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട്, മനുഷ്യരോടൊപ്പം നിലകൊന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട്, ഈ കാലഘട്ടത്തിന്റെ സാമ്രാജ്യത്വത്തെയും മുതലാളിത്വത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അധിനിവേശത്തിന്റെ അജണ്ടകൾക്കെതിരെ അതും അതിന്റെ പോഷക സംഘടനകളും അതിന്റെ പ്രസിദ്ധീകരണങ്ങളും മുന്നോട്ട് പോകുന്നതുകൊണ്ട്, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെടും രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന്, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെടും സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന്, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെടും മതമേഖലയിൽ നിന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കുറിച്ച് അവര് ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറയാൻ പറ്റുമോ? ആർക്കും അഭിപ്രായമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരും ശിർക്ക് ചെയ്യുന്നവരല്ല, ഒരർത്ഥത്തിലും അങ്ങനെ അഭിപ്രായമില്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ട് എങ്കിൽ ആരാധനാ രംഗത്ത് ശിർക്ക് ചെയ്യാത്തതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ കൂടി ആ അള്ളാഹുവിനുള്ള തൗഹീദ് വകവെച്ചു കൊടുക്കണം എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുണ്ടാവുക. എന്നതിനപ്പുറത്ത് നാം ശിർക്ക് ചെയ്യുന്നവരല്ല. പക്ഷേ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, അതുപോലെ തന്നെ ആരാധനാ രംഗത്തുള്ള ശിർക്കിനെതിരെ മാത്രം രൂപം കൊണ്ട പ്രസ്ഥാനത്തിന് പോലും ശിർക്ക് ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു പ്രസ്ഥാനത്തിന് ജീവിതത്തിന്റെ എല്ലാ കിട്ടുന്ന ഘട്ടങ്ങളിലെല്ലാം വിമർശിക്കേണ്ടി വരുന്നു എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല, അതിന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സമയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ശിർക്ക് ചെയ്യാത്ത ഒരു പ്രസ്ഥാനം, ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഇന്ന് വരെ ആർക്കും ആരോപിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം, ശിർക്കിനെതിരെ പടനയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കൂടി വിമർശനം ഏറ്റുവാങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നതിന്റെ യുക്തിയില്ലായ്മ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് ഈ കാലഘട്ടത്തിലെ മുഖ്യമായ സാമൂഹ്യ തിന്മക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ കൊടിവാഹകർക്ക് അവർ ലക്ഷ്യം വെക്കുന്ന കൃത്യമായ ടാർഗറ്റാണ്. ഇസ്ലാമിക പ്രസ്ഥാനം ആഗോളതലത്തിൽ തന്നെ സാമ്രാജ്യത്വത്തിന്റെ ടാർഗറ്റാണ്. അതുപോലെ തന്നെ മുതലാളിത്തത്തിന്റെ ലക്ഷ്യമാണ്. ആ മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും സയനിസത്തിന്റെയും
ചട്ടുകങ്ങളായി പലപ്പോഴും നമ്മുടെ രാജ്യത്തെ കൊച്ചു കൊച്ചു സംഘടനകൾ പോലും മാറുന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇസ്ലാമിന്റെ വിശാലമായ തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ഇസ്ലാമിന്റെ മാനുഷികമായ മുഖത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ഇസ്ലാമിന്റെ വിമോചനാത്മകമായ ഒരു മുഖത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ഇസ്ലാമിന്റെ മനുഷ്യപ്പറ്റുള്ള മുഖത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്തിക്കൊണ്ട് സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പ്രയാണം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തെ വികലമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലോകത്ത് രണ്ട് ഇസ്ലാമാണ് ഇന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, രണ്ട് ഇസ്ലാമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം, മറ്റൊന്ന് കൾച്ചറൽ ഇസ്ലാം. അതിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നവജാഗരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ എടുത്തുപയോഗിക്കുന്ന ആയുധമാണ്. എന്റെ നാട്ടുകാരറിയണം, അതറിഞ്ഞിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിന്റെ ആരാധന അരങ്ങത്ത് പാലിക്കുന്ന മര്യാദ, പള്ളിക്കകത്ത് പാലിക്കുന്ന തഖ്വ, എന്റെ ജീവിതത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ മേഖലകളിൽ ഞാൻ പാലിക്കണം എന്ന് പറയുന്നിടത്ത് പള്ളിയിൽ പടച്ചറബിന്റെ മുമ്പിൽ നന്നാകുന്ന മനുഷ്യൻ സാമൂഹ്യ മണ്ഡലത്തിൽ പൊതുജീവിതത്തിൽ നന്നാവണമെന്ന് പറയുന്നിടത്ത് എവിടെയാണ് രാഷ്ട്രീയ ഇസ്ലാമിനെ അപകടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അതുകൊണ്ട് ജീവിതത്തെ സ്വാധീനിക്കുന്ന ഇത്തരത്തിലുള്ള ഭൗതികമായ ദർശനങ്ങളുടെ പിന്നിൽ നിന്നും പിണയാളുകളിൽ നിന്നും ആളുകളെ വിമോചിപ്പിച്ചെടുക്കുന്ന ദൈവികമായ അടിമത്തത്തിന്റെ കീഴിൽ ഒരു വിമോചനത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന മുതലാളിത്ത സാമ്രാജ്യത്വത്തോട് മുട്ടുമടക്കാതെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ഇസ്ലാമിക നവജാഗരണത്തെ തകർക്കുവാൻ സാമ്രാജ്യത്വം ലോകത്തേക്ക് എറിഞ്ഞുകൊടുത്ത വടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. മറ്റൊന്ന് കൾച്ചറൽ ഇസ്ലാമാണ്. അത് സുഖമുള്ള ഇസ്ലാമാണ്, അഥവാ സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന ഇസ്ലാമാണ്, ആത്മീയ നിർവൃതി കണ്ടെത്തുന്ന ഇസ്ലാമാണ്, അയൽക്കാരന്റെ വേദനയറിയാത്ത ഇസ്ലാമാണ്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ നെറികേടുകളെ ചോദ്യം ചെയ്യാത്ത ഇസ്ലാമാണ്, സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ മുമ്പിൽ മൗനിയാകുന്ന ഇസ്ലാമാണ്, പലപ്പോഴും രാജ്യാന്തര ബന്ധമുള്ള ഇസ്ലാമാണ്, അതിന്റെ അപകടത്തെ മീഡിയകൾ പോലും തുറന്നു കാണിക്കാത്ത ഇസ്ലാമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ അടുത്ത് കേരളത്തിൽ തന്നെ നടന്ന തീവ്രവാദത്തിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? മുസ്ലിം ലീഗുകാരനെ പിടികൂടിയിട്ടുണ്ടോ? ഇല്ല. മുജാഹിദുകാരൻ പിടികൂടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സുന്നി പിടികൂടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പിടികൂടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിടികൂടപ്പെട്ടത് ഈ അർത്ഥത്തിലുള്ള ഒരു കൾച്ചറൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. എന്നിട്ടും അന്വേഷണം എന്തുകൊണ്ട് ഇത്തരം കൾച്ചറൽ ഇസ്ലാമിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കൾച്ചറൽ ഇസ്ലാമിന്റെ രാജ്യാന്തര ബന്ധത്തെക്കുറിച്ച്, പലപ്പോഴും അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുക. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്തവർക്കാണ് സാമ്രാജ്യത്വം വിട്ടുകൊടുത്ത വടികൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തവരെ അടിച്ച, എന്നിട്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തവരെ മതരാഷ്ട്രീയവൽക്കരിച്ച, എന്നിട്ട് ഈ കാലഘട്ടത്തിന്റെ തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആര് എന്നുള്ളയിടത്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ പ്രതിഷ്ഠിച്ച, സാമ്രാജ്യത്വ അധിനിവേശത്തെ ചെറുക്കുവാനുള്ള, ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനങ്ങളെ തകർക്കുവാനുള്ള സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന് ഈ അർത്ഥത്തിൽ ചുവപ്പ് വരവധാനി വിരിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ ഇസ്ലാമിക പിൻബലത്തിൽ നിന്നുകൊണ്ട് പ്രതിനിധീകരിക്കുന്ന, എന്നിട്ട് ഇതിനെ വിശകലനം ചെയ്യുന്ന, എന്നിട്ട് അതാത് കാലഘട്ടത്തിലെ ജനവിഭാഗത്തിന് കൃത്യമായ മാർഗദർശനം നൽകുന്ന പ്രത്യയ ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് മുതലാളിത്തത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്നത്. അതിന്റെ പോഷക സംഘടനയായ സോളിഡാരിറ്റി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തുന്നത്. അതിന്റെ പത്രമായ മാധ്യമത്തിന് പലപ്പോഴും ആഗോളീകരണ അജണ്ടകളെ തുറന്നു കാണിക്കേണ്ടത്. അതിന്റെ മുഖപത്രമായ പ്രബോധനം പലപ്പോഴും ഈ മുതലാളിത്തത്തിന്റെ നവമുതലാളിത്തത്തെ നവജാഹിലിയത്തായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അതുകൊണ്ടാണ് അതാത് കാലഘട്ടത്തിലെ ജാഹിലിയത്തിനെ കുറിച്ച് ഇസ്ലാമിക സമൂഹത്തിനും പൊതുസമൂഹത്തിനും മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നത്. ഇന്ത്യയിൽ അതുപോലെ തന്നെ കേരളത്തിൽ ആഗോളവൽക്കരണത്തിനെതിരെ ആദ്യമായി സംസാരിക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സാധിച്ചു. മുതലാളിത്തത്തിനെതിരെ ഇസ്ലാമിക പ്രസ്ഥാനം എന്തുകൊണ്ട് വിയോജിക്കുന്നു എന്ന് ചോദിച്ചാൽ, മുതലാളിത്തത്തിന്റെ തത്വശാസ്ത്രത്തോട് ഇസ്ലാം വിയോജിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു പണപ്രധാനമായ വ്യവസ്ഥയാണ് മുതലാളിത്തം പ്രതിനിധീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിൽ പ്രവാചകന്മാർ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഖാറൂനിസത്തെയാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ മുതലാളിത്തം പ്രതിനിധീകരിക്കുന്നത് എന്ന വസ്തുത. ഖാറൂൻ പറഞ്ഞല്ലോ, ഇന്നമാ ഊതീതു അലാ ഇൽമി ഇൻദി, പണത്തെക്കുറിച്ച്, പണത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ, ഒട്ടകപ്പുറത്തിന് അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമക്കാവുന്നത്ര താക്കോൽ കൂട്ടങ്ങളുള്ള സമ്പന്നന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ഖാറൂനിനോട് സമ്പത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഖാറൂൻ പറഞ്ഞു, ഇന്നമാ ഊതീതു അലാ ഇൽമി ഇൻദി, അതെന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്.
ആ കാലഘട്ടത്തിലെ കാറൂനിസത്തെ പ്രതിനിധീകരിക്കുന്ന ദർശനമാണ് മുതലാളിത്തം. പണമുണ്ടാക്കാം, എങ്ങനെയും ഉണ്ടാക്കാം, എത്രയും കൂട്ടിവെക്കാം. അങ്ങനെ പണം കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ, മൂലധനത്തിന് പരന്നൊഴുകുവാനുള്ള അവസരം ഒഴുക്കുന്ന ഒരു വ്യവസ്ഥ. അതോടൊപ്പം തന്നെ ഭരണകൂടം എന്ന് പറയുന്നത് മൂലധനത്തിന് കാവലിരിക്കുന്ന ഒരു നൈറ്റ് വാച്ച്മാൻ എന്ന റോളിൽ ഈ അർത്ഥത്തിൽ ഭരണകൂടത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥ. എന്താണ് നൈറ്റ് വാച്ച്മാൻ എന്ന് പറഞ്ഞാൽ? ഒരിക്കലും ഒന്നിലും അധിപനല്ല, എന്നാൽ രാത്രി എല്ലാറ്റിന്റെയും കാവലവനാണ്. അങ്ങനെ പണത്തിനും പണാധിഷ്ഠിത വ്യവസ്ഥയ്ക്കും കാവലിരിക്കുന്ന ഒരു കാവലാളായി അധികാര ഭരണകൂടത്തെ പരിമിതപ്പെടുത്തുന്ന, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഭരണകൂടത്തെ പിൻവലിക്കുന്ന, സബ്സിഡികളെല്ലാം റദ്ദു ചെയ്യുന്ന, ജനക്ഷേമപരമായ എല്ലാ സംവിധാനങ്ങളും എടുത്തുമാറ്റുന്ന ഒരു തത്വശാസ്ത്രമാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. ആ മുതലാളിത്തത്തോട് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് പണമുണ്ടാക്കുന്നത് അനുവദനീയമായ മാർഗത്തിലാകണം, അത് ചിലവഴിക്കുന്നത് അനുവദനീയമായ മാർഗത്തിലാകണം. പണം കെട്ടിക്കിടക്കാൻ പാടില്ല, അത് ജനങ്ങളിലേക്ക് ഒഴുകണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ധൂലത്തൻ ബൈനൽ അഗ്നിയാ, അഥവാ അത് ജനങ്ങൾ, പണം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കണം. അങ്ങനെ സമ്പദ് കേന്ദ്രീകൃതമായ മുതലാളിത്ത വ്യവസ്ഥയ്ക്കപ്പുറം ഈ രാജ്യത്തെ സമ്പത്ത് ജനങ്ങൾക്കിടയിൽ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു തത്വശാസ്ത്രത്തെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രതിനിധീകരിക്കുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ മുതലാളിത്തത്തോട് മുഖാമുഖം നിന്നുകൊണ്ട് ഇസ്ലാമിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും സംവദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമുക്കറിയാം, ഇന്ന് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഭരണകൂടം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ സാമ്പത്തിക വിദഗ്ധന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൂടാ? ഇസ്ലാമിന്റെ പാരിസ്ഥിതിക കാഴ്ചപ്പാട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൂടാ? അഥവാ ഈ കാലഘട്ടം 21-ാം നൂറ്റാണ്ട്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിലെ യാഥാസ്ഥിക സംവിധാനം എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് പോലും 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിൽ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതി കാലിടറിയുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തെ ആക്ഷേപിച്ച, 6-ാം നൂറ്റാണ്ടിനെ ആക്ഷേപിച്ച ഒരു ജനത ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും 6-ാം നൂറ്റാണ്ടിൽ മഹാനായ പ്രവാചകൻ കൊണ്ടുവന്ന അടിസ്ഥാന പ്രമാണങ്ങളിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പരീക്ഷണോപാധിയാക്കി അല്ല, ജീവിതത്തിൽ സാമ്പത്തിക രംഗത്തുള്ള ഒരു ഓപ്ഷനായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് നാം പ്രമേയം പാസാക്കുന്നതിനപ്പുറം ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥക്കകത്തിൽ നിന്നുകൊണ്ട് അത് പ്രതിനിധീകരിക്കുന്ന ഒരു തത്വശാസ്ത്രത്തെ ഈ കാലഘട്ടത്തോട് പ്രബോധനം ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സയ്യിദ് മൗദൂദി പറഞ്ഞതുപോലെ മുതലാളിത്തം അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ബറാക് ഹുസൈൻ ഒബാമ, അദ്ദേഹമാണ് ഇന്ന് അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനോട് സംഘട്ടനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചവർ, ഇസ്ലാമിനെ ഭീകരവാദികളായി ഇസ്ലാമിക സമൂഹത്തെ ചിത്രീകരിച്ചവർ, ഇന്ന് ബറാക് ഹുസൈൻ ഒബാമ പറയുന്നു ഇസ്ലാമുമായി സംവദിക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇസ്ലാമിനെ ആ അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട് ബറാക് ഹുസൈൻ ഒബാമക്ക് അദ്ദേഹത്തിന്റെ ശൈലി മാറ്റേണ്ടി വന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാമിനോടുള്ള സംഘട്ടനത്തിന്റെ പാത മാറേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നിൽക്കുന്ന മണ്ണ് പോലും, അദ്ദേഹത്തിന്റെ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ നവ മുതലാളിത്തം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു വ്യക്തമായ കൃത്യമായ സാമ്പത്തിക അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ക്യാപിറ്റലിസത്തെ, ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധന വ്യവസ്ഥയെ ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യം ചെയ്യുന്നത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ, പണം എണ്ണി നോക്കുന്ന, കൂട്ടിവെക്കുന്ന, എന്നിട്ട് എണ്ണി നോക്കുന്ന, അതാണ് ജീവിതത്തിന്റെ എല്ലാ ശാശ്വതീകരണത്തിന്റെയും അടിസ്ഥാനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ജനതയെ വിശുദ്ധ ഖുർആൻ തിരുത്തുന്നു. അല്ല, പണം സമ്പാദിക്കേണ്ടത് അനുവദനീയമായ മാർഗത്തിലൂടെയാണ്, അത് ചിലവഴിക്കേണ്ടത് അനുവദനീയമായ മാർഗത്തിലൂടെയാണ്. അതുപോലെ തന്നെ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടാൻ പാടില്ല. ഒരു നിശ്ചിത വരുമാനം സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനുള്ളതാണ്. അതിനപ്പുറം പലിശ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമാണ്. പലിശയധിഷ്ഠിതമായ സമ്പദ്ഘടനയുടെ ദുരന്തം ഏറ്റുവാകുന്ന സാമൂഹ്യ ക്രമത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിന്റെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ നിന്ന് അതിന്റെ സാമൂഹ്യ ക്രമത്തെക്കുറിച്ച് ഇസ്ലാം സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ സമഗ്രമായി അവതരിപ്പിക്കുന്നു എന്നതാണോ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന തെറ്റ്? ആ തെറ്റ് സാമ്രാജ്യത്വം ചൂണ്ടിക്കാണിക്കുന്ന തെറ്റാണ്. ആ തെറ്റ് സയണിസം ചൂണ്ടിക്കാണിക്കുന്ന തെറ്റാണ്. സാമൂഹ്യ ജീവിതത്തിൽ ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കണം. രാഷ്ട്രീയ ജീവിതത്തിൽ ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. രാജ്യത്ത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ജനാധിപത്യ
ജനാധിപത്യ ക്രമത്തിനകത്ത് ഒരുപാട് ചോയ്സ് ഉണ്ട്. തകർന്നടിഞ്ഞ കമ്മ്യൂണിസം ചോയ്സ് ആകാമെങ്കിൽ, തകരുന്ന മുതലാളിത്തം ചോയ്സ് ആകാമെങ്കിൽ, ഒരു തത്വശാസ്ത്രവുമില്ലാതെ നമുക്കറിയാവുന്നതുപോലെ വെറും കുറുവടി കൊണ്ട് ലോകത്തെ ഇന്ത്യയെ നയിക്കാമെന്ന കാവ്യ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾക്ക് ഇന്ത്യയുടെ വിമോചനത്തിന്റെ മാർഗത്തിൽ കാവ്യ രാഷ്ട്രീയത്തെ പ്രതിനിധിയെ ഈ രാജ്യത്ത് അവതരിപ്പിക്കാമെങ്കിൽ, ലോകത്തെ വിപ്ലവം സൃഷ്ടിച്ച ഇന്നും 21ാം നൂറ്റാണ്ടിന്റെ ഘട്ടത്തിലും വ്യത്യസ്തമായ തലങ്ങളിലെങ്കിലും ലോക ജനത പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വശാസ്ത്രത്തെ എന്തുകൊണ്ടൊരു ജനാധിപത്യ ക്രമത്തിൽ എല്ലാ ബഹുസ്വരതയുടെ മാന്യതകളും പരിഗണിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൂടാ എന്ന ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം കൂടെ മുതലാളിത്തത്തെ വാരിപ്പുണർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വികസന കാഴ്ചപ്പാട് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പോളിസിയും എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ തവണ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് പോലും ഈ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന്റെ നവജാഹിലീയത്തിന്റെ ശക്തമായ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ള കൃത്യമായ ധാരണയോടുകൂടിയായിരുന്നു. ഒരു പ്രവാചകനും അതാത് കാലഘട്ടത്തിലെ ജാഹിലീയത്തിനെ നിർണയിക്കാതിരുന്നിട്ടില്ല എന്നെ സഹോദരന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ ജാഹിലീയത്തിനെ നാം നിർണയിച്ചത്. മുതലാളിത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറയാം. പക്ഷേ ഏതേത് കാലഘട്ടത്തിലെ മുഖ്യമായ സാമൂഹ്യ തിന്മയെ അതാത് കാലഘട്ടത്തിന്റെ ജാഹിലീയത്തിനെ അടയാളപ്പെടുത്തി അതിനോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത ഒരു പ്രവാചകനെ നമുക്ക് കാണിച്ചു തരിക സാധ്യമല്ല. ഈ കാലഘട്ടത്തിൽ വ്യക്തിയെ നശിപ്പിക്കുന്ന, ഉപഭോഗ സംസ്കാരത്തിന് വ്യക്തിയെ അടിപ്പെടുത്തുന്ന, അതുപോലെ തന്നെ സാംസ്കാരികമായി അവനെ തകർത്തെറിയുന്ന, ഉദാര ലൈംഗികതയെ ഈ രാജ്യത്ത് കെട്ടടിച്ചു വിടുന്ന, മാനുഷികമായ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, മൂല്യങ്ങളെ തകർത്തെറിയുന്ന, മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന, ഒരു ഭാഗത്ത് അധിനിവേശത്തിന്റെ മാർദ്ദവത്വവും മറുഭാഗത്ത് ഭീകരതയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തെയും മുതലാളിത്തത്തെയും ഈ കാലഘട്ടത്തിന്റെ മുഖ്യ തിന്മയായി ജമാഅത്തെ ഇസ്ലാമി അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അതിനെതിരെ പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ ഇലക്ഷനിൽ പോലും നിലപാട് സ്വീകരിക്കാറുള്ളത്. നമുക്കറിയാലോ, കഴിഞ്ഞ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിച്ചത് അങ്ങനെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതുപക്ഷം തൂത്തുവാരാൻ പോകുന്നില്ല എന്ന്, തോൽക്കുമെന്നറിഞ്ഞിട്ടും ഇടതുപക്ഷത്തെ പിന്തുണച്ചത് എന്തുകൊണ്ടായിരുന്നു എന്ന് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗം വിലയിരുത്തേണ്ടതാണ്. ഇപ്പോ നാം IPL-ന്റെ വിവാദത്തിൽ കിടന്ന് കറങ്ങുകയാണ്. അന്ന് ശശി തരൂരിനെ എതിർത്തപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ചോ, സുന്ദരക്കുട്ടപ്പനായ ഒരു ചെറുപ്പക്കാരനെ എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്? അങ്ങ് നൂലിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി. അദ്ദേഹം തുടക്കം മുതൽ എന്താണോ അന്ന് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തത് അവിടെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിലകൊള്ളുന്നത്. രാജ്യം സാമ്പത്തികമായ മാന്യത കൊണ്ട് രാജ്യം കിടകിട ഉറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, സാമ്പത്തിക മാന്യം കൊണ്ട് രാജ്യം ഒരു സന്ദിഗ്ധ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ ചെലവൊന്ന് ചുരുക്കി തരണം. ലക്ഷങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ താമസിക്കുന്ന, ഭരണകൂടം നീക്കിവെച്ചു കൊടുത്ത ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ അവർക്കുള്ള വലിയ വലിയ വീടുകളിൽ താമസിക്കാൻ സന്നദ്ധമല്ലാത്ത, അതിനപ്പുറത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്ന എംപിമാർ, നമ്മളെന്താ എന്ന് പറഞ്ഞത്? ഇത്തരത്തിൽ മുതലാളിത്തത്തിന്റെ പ്രതിനിധീകരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ട, ആ തത്വശാസ്ത്രത്തെ നമുക്ക് വേണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം മുമ്പ് പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും നാമബദ്ധമല്ല. കാരണം അദ്ദേഹത്തിന് ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സോഷ്യൽ വർക്ക് നടത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹം ഒരിക്കലും സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടില്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ഏതോ അർത്ഥത്തിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കൂടി ഔദാര്യത്തിൽ കേരളത്തിൽ നിന്ന് പോലും ആവശ്യപ്പെടാതെ നമുക്ക് കിട്ടിയ ഒരു മന്ത്രി നമ്മളെല്ലാവരും ആഘോഷിച്ചോ. പക്ഷേ അദ്ദേഹം അധികാരത്തിലേറുന്നതിന് മുമ്പ്, മത്സരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നെയും പറഞ്ഞത്. നമുക്കറിയാമല്ലോ, ഖദറിനകത്ത് പൊതിഞ്ഞ മാംസതുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും പറഞ്ഞിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അത് പിന്നെ കോൺഗ്രസിന്റെ ഒരു പ്രത്യേകതയാണ്. വളരെ വിശാലമായ ജനാധിപത്യ സംവിധാനമുള്ള, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് എന്നിട്ടും അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അധികാരത്തിൽ വന്നിട്ട് ചെലവ് ചുരുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിൽ കയറുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് എക്കണോമിക് ക്ലാസ്സിൽ അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ അതുപോലുള്ള ഉയർന്ന ക്ലാസ്സിലെ അദ്ദേഹത്തിന് കയറാൻ കഴിയുകയുള്ളൂ. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒന്നും അദ്ദേഹത്തിന് കയറാൻ സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ആക്ഷേപിച്ചത് കാലി ക്ലാസ്സിൽ കയറാൻ എന്നെ കിട്ടൂല എന്നാണ്. കന്നുകാലി ക്ലാസ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഏറ്റവും അവസാനം അഴിമതിയുടെ പുകമറക്കകത്ത് അദ്ദേഹത്തിന്റെ പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഒരു കാര്യം, ആഗോളീകരണ അജണ്ടകൾ നമ്മുടെ രാജ്യത്തേക്ക് കെട്ടുകെട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന് വിധേയമാകുന്ന ഭരണകൂടത്തിൽ ഒരു
സമ്മർദ്ദ ശക്തിയായ ഇടതുപക്ഷം വേണം. നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഇടതുപക്ഷം കൂടി തീരുമാനിക്കേണ്ടിയിരുന്നു. അവർക്കിടയിലുള്ള ആഭ്യന്തര ശൈഥില്യം കാരണം അത് യാഥാർത്ഥ്യമാകാതെ പോയി. പക്ഷേ ആണവ കരാറിന് ശേഷം എത്ര കരാർ ഒപ്പിട്ടോ നമുക്കറിയാം. ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. CZMന്റെ ഭീകരമായ രൂപം വരാനിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അതിനപ്പുറത്ത് ആണവ കരാറുമായി ബന്ധപ്പെട്ട് നാം ചൂണ്ടിക്കാണിച്ച അപകടങ്ങളും വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ ധാരാളക്കണക്കിന് ആണവ റിയാക്ടറുകൾ, അങ്ങ് അമേരിക്കയിൽ നഷ്ടത്തിലോടുന്ന ആണവ റിയാക്ടറുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കാമെന്ന് മാത്രമല്ല, അത് പൊട്ടിത്തെറിച്ചാൽ അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്ന അണുബാധയുമായി ബന്ധപ്പെട്ട വൻ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അമേരിക്കൻ കമ്പനികളെ മുക്തമാക്കണമെന്ന് പറഞ്ഞിട്ട് ബില്ല് കൊണ്ടുവന്നു നമ്മുടെ പാർലമെന്റിൽ. ആര്? നമ്മുടെ UPA സർക്കാർ. അതാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് അപകടകരമാണ്. അമേരിക്കക്ക് വിടുവേല ചെയ്യുന്ന അധികാര കേന്ദ്രങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുന്ന ഇടതുപക്ഷധാര പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ അമേരിക്കൻ കമ്പനി ഇവിടെയുള്ള ജനലക്ഷങ്ങളെ ബോംബിട്ട് തകർത്താലും അതിന്റെ നട്ടം ഭോപ്പാലിൽ സംഭവിച്ചതുപോലെ അമേരിക്കക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റൂല. ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചോ. ഇപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 156 രാഷ്ട്രങ്ങളുമായിട്ട് ഒപ്പുവെക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഇനി വിൽക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നും ബാക്കിയില്ല. നമ്മുടെ രാജ്യത്ത് വിൽക്കാനുള്ളതെല്ലാം വിറ്റുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, വല്ലതും ഇനി വിൽക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ നമ്മുടെ നിയമസഭക്കകത്ത് 140 സീറ്റും നമ്മുടെ പാർലമെന്റിനകത്ത് 500 ചെല്ലാനും സീറ്റുമാണ്. അതൊരു പക്ഷേ വിൽക്കേണ്ടി വരില്ല. കുറച്ചു കഴിഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാർ വന്നിട്ട് പറയും, എന്നെ പുറത്തു തട്ടിയിട്ട് പറയും, എണീറ്റ് പോയിക്കോളോ, ഇനി ഞങ്ങൾ ഇന്ത്യ ഭരിച്ചോളാമെന്ന് പറയുന്ന ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പറയേണ്ടേ, ഒരു രാജ്യത്തെ ഒരു ജനതയുടെ സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും കവർന്നെടുത്ത രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു സമീപനം, സാമ്രാജ്യത്വത്തിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി രാജ്യത്തെ പണയപ്പെടുത്തുന്ന ഒരു സമീപനം ഈ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനോട് ശക്തമായി പ്രതികരിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ യുഗധർമ്മമായി ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് സമൂഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ രാജ്യത്ത് ശക്തമായി ഇടപെടേണ്ടുന്ന വിഷയങ്ങളിൽ ഇടപെടുക എന്ന ചരിത്രധർമ്മമാണ് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം വികസനത്തെ നോക്കിക്കാണുന്നത്. അത് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സോളിഡാരിറ്റിയെ കുറിച്ച് വിമർശനങ്ങളുടെ വലിയ വലിയ ഘോഷയാത്രകളാണ് നടക്കുന്നത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ജനങ്ങൾ, കേരളത്തിലെ ജനത സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ നെഞ്ചിലേറ്റിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും വികസനത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇസ്ലാമിനൊരു വികസന കാഴ്ചപ്പാടുണ്ട്. അത് മനുഷ്യപ്പറ്റുള്ള വികസന കാഴ്ചപ്പാടാണ്. അത് മണ്ണിനെയും അതുപോലെ തന്നെ പരിസ്ഥിതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ്. അത് പറയുമ്പോഴും നിങ്ങൾ അറിയണം, നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും ജമാഅത്തെ ഇസ്ലാമിയെ അതുപോലെ തന്നെ അതിന്റെ പ്രസിദ്ധീകരണത്തെ, അതിന്റെ പോഷക സംഘടനയെ ഒരു ഘട്ടത്തിൽ ആക്ഷേപിച്ചു, നിങ്ങൾ വികസന വിരോധികളാണോ എന്ന്. അല്ല, അത്തരത്തിലുള്ള ഒരു അപരനാമം ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനത്തിനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ഇന്ന് നാം ചൂടിനെ കുറിച്ച് പരാതിപ്പെടുന്നില്ലേ? എന്തൊരു ചൂടാണ്! ഏപ്രിൽ മാസം മുതൽ നമ്മൾ ചൂട് തുടങ്ങുകയാണ്. സൂര്യതാപമേറ്റ കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പാലക്കാട് ജില്ലയിലും മറ്റു പല ജില്ലകളിലും സൂര്യതാപമേറ്റ് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു. അഥവാ കേരളത്തിന്റെ പോലും കാലാവസ്ഥ അട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ദൈവം തമ്പുരാൻ, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ദൈവം തമ്പുരാൻ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ആർത്തിമൂർത്ത ജീവിത കാഴ്ചപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിന്റെ അടിസ്ഥാനം. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകാശത്തും അതുപോലെ തന്നെ ഭൂമിയിലും കുഴപ്പ. ഇത് ഖുർആനിലുള്ള ആയത്ത, ഇത് ഈ കാലഘട്ടത്തിൽ പറയേണ്ടുന്ന ആയത്ത, ഇത് ഈ കാലഘട്ടത്തിലുള്ള ജനതയോട് പറയുക എന്നത് എങ്ങനെയാണ് മതരാഷ്ട്രീയമായി മാറുക, എങ്ങനെയാണ് തീവ്രവാദമായി മാറുക? ഈ കാലഘട്ടത്തിൽ ചുറ്റുപാടുമുള്ള ആവാസ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ വായുമണ്ഡലത്തെ ശിഥിലീകരിച്ച നമ്മുടെ രാജ്യത്ത് ജീവിക്കുവാനുള്ള സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനം നമ്മുടെ ഭരണകൂടം ഒഴിവാക്കണം. ഇതാ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്, ഇതാ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞത്. ബിമാ കസബത് ഐദിൻ നാസ്, കടലിലും കരയിലും കുഴപ്പങ്ങൾ ഉണ്ടായത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ജലസ്രോതസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അതുപോലെ തന്നെ മരങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാവുന്ന ഒരു നല്ല സിറ്റുവേഷൻ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ സംവിധാനിച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തെ അട്ടിമറിക്കുന്ന, പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന,
സമീപനമാണ് നാം വികസനത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇവിടെ സോളിഡാരിറ്റി പറഞ്ഞോ വികസനം മാർക്ക് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. വികസനം മാർക്ക് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളൊന്നും വികസനം കൊണ്ടുവരുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ പരിശോധിക്കണം, ഏത് പ്രൊജക്ട് എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾ നോക്കണം ആർക്ക് വേണ്ടിയാണ് വികസനം. ഗാന്ധിജി പറഞ്ഞോ ഒരു വികസന പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാമത്തിലെ ഒരു കുടിലിലെ താമസിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി രൂപപ്പെട്ടുവെന്നുവോ എങ്കിൽ ആ വികസനം സ്വീകാര്യമാണ്. അതേസമയം അവൻ ദുഃഖിക്കുന്നുവോ എങ്കിൽ ആ വികസനം ജനവിരുദ്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷക്കണക്കിന് ജനങ്ങളെ കുടിയിറക്കുന്ന സ്വഭാവത്തോടുകൂടിയുള്ള വികസന പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ മനുഷ്യന്റെ മൌലികാവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച ദൌത്യമാണ് എന്ന് ഇസ്ലാമിക പ്രസ്ഥാനവും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും മനസ്സിലാക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ സംഭവം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അസ്ഖ്യത കാണിച്ചതുകൊണ്ട് കാര്യമില്ല. ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ മുഖ്യധാരാ യുവജന പ്രസ്ഥാനങ്ങളെയും മറ്റും മാറ്റി നിർത്തി ഈ കേരളത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളും മൌലിക അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ജനതയുടെ പിൻബലത്തോടുകൂടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ദൈവാനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ NH-17 47 വികസിപ്പിക്കാൻ തീരുമാനിച്ചോ നമ്മുടെ കൂടി ആവശ്യമാണ് NH വികസിപ്പിക്കണം. പക്ഷേ സംഭവിച്ചതെന്താ, ഈ രാജ്യത്ത് പൊതു റോഡ് വിൽപ്പന നടത്തുവാൻ നമ്മുടെ ഭരണകൂടം തീരുമാനിച്ചോ. റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നാം പടപൊരുതി വാങ്ങിയതാണ്. അങ്ങനെ നാം നേടിയെടുത്ത നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വൈദേശിക ശക്തികൾക്ക് വിൽക്കാനുള്ള തീരുമാനം NH-17 47 നമുക്ക് ആരോടും ചോദിക്കാതെ റോഡിലൂടെ നടക്കാം, നമുക്ക് റോഡിലൂടെ വാഹനം ഓടിക്കാം, നമുക്ക് റോഡിന്റെ ഓരത്ത് അന്തി ഉറങ്ങാം, നമുക്ക് റോഡിന്റെ ഓരത്ത് പൊതുയോഗം നടത്താം. ഈ പറയപ്പെട്ട നമ്മുടെ പൊതു റോഡ് സ്വകാര്യ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചോ. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇറങ്ങി തിരിച്ചോ. പലരും പറഞ്ഞു കണ്ടോ റോഡ് പോലും വന്നോ, റോഡുമായി ബന്ധപ്പെട്ട് പോലും വന്നോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, മതത്തിൽ റോഡുണ്ടോ? ഇതാണ് പ്രശ്നം. മതത്തിൽ റോഡുണ്ടോ? ഈ ചോദ്യം റസൂലുള്ളാഹിനോട് ചോദിക്കണം. മതത്തിൽ വെള്ളമുണ്ടോ എന്ന് റസൂലിനോട് ചോദിക്കണം. വെള്ളത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മതത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ചരിത്രത്തിൽ പ്രവാചകന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. മനുഷ്യന്റെ മൌലികാവകാശങ്ങൾ മതത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ റോഡ് സഞ്ചാര സ്വാതന്ത്ര്യം മനുഷ്യന്റെ മൌലികാവകാശത്തിൽപ്പെട്ടതാണോ? അത് ബുദ്ധിയുള്ളവർ തീരുമാനിക്കേണ്ടതാണ്. മനുഷ്യന്റെ മൌലികാവകാശങ്ങളെ കുറിച്ച് ഇസ്ലാമിലില്ല എങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്? അപ്പോൾ മതത്തിന്റെ മൌലികാവകാശങ്ങൾ ഇസ്ലാമിലുണ്ട്. ആ ഇസ്ലാമിലുള്ള മൌലികാവകാശത്തിൽ റോഡ് പെടുമോ? പെടൂല എന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം. അതിൽ റോഡ് പെടും, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പെടും, കുടിക്കാനുള്ള വെള്ളത്തിന്റെ ലഭ്യത പെടും, കഴിക്കാനുള്ള ആഹാരത്തിന്റെ ലഭ്യത പെടും. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. വഫിയം വാലിഹിം ഹഖ്ഖുൽ ലിസായിലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്ന ആളുകൾക്ക് മൌലികമായ അവകാശങ്ങൾ നിരാകരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് നിന്റെ സമ്പത്തിൽ അവകാശമുണ്ട്, നീ സക്കാത്ത് കൊടുത്തു എന്നിരിക്കുക. നിന്റെ സക്കാത്ത് കൊണ്ടും തീരാത്ത മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്നിരിക്കുക. എങ്കിൽ ആ മൌലികമായ അവകാശങ്ങൾ നീ നിർവഹിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നീ സക്കാത്തിന് ശേഷവും നിന്റെ സ്വത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇത് പഠിപ്പിച്ച പ്രവാചകന്റെ അനന്തരഗാമികൾക്ക് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ വഴി നടക്കുന്ന റോഡ് ഉപരോധിച്ചിട്ട് അതിൽ വലിയ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് 2, 25, 30 ഒക്കെ രൂപ പിരിക്കുന്ന ഇടപാടിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം. അതുകൊണ്ടാണ് സോളിഡാരിറ്റി പറഞ്ഞത് 4 വരി പാതയാക്കണം, പക്ഷേ വിൽക്കാൻ പാടില്ല. ഒരൊറ്റ ഉദാഹരണം, നിങ്ങൾക്കൊക്കെ സംശയം തോന്നിയേക്കാം. നമ്മളാരും ഹൈവേ വികസനത്തിനെതിരല്ല, പക്ഷേ നമ്മൾ പറയുന്നു 30 മീറ്ററിനകത്ത് വികസിപ്പിക്കാം. ഞാനതിൽ ഒരുപാട് പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു അനാവശ്യമായ കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കണം. അതുപോലെ തന്നെ കുടിയൊഴിപ്പിക്കുന്നവന് പുനരധിവാസം വേണം. ഇവിടെ തെറ്റ്. നിങ്ങൾക്കറിയോ, നാളെ രാവിലെ വന്നിട്ട് നിങ്ങളുടെ വാതിന്റെ കതക് മുട്ടിയിട്ട് നിങ്ങളോട് പറയാ ഇതിലൊരു വികസന പദ്ധതി വരാൻ പോവുക, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ചോദിക്കും എങ്ങോട്ടാ ഇറങ്ങേണ്ടതാ? എങ്ങോട്ടിറങ്ങിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും വികസന കാഴ്ചപ്പാട്? അതാണ് കേരളത്തിന്റെ പ്രത്യേകത. അവനവന്റെ വീട്ടിൽ വന്നിട്ട് വികസനം പത്തി വിടർത്തിയാടുമ്പോഴാണ് അവർക്കൊക്കെ ഇന്ന് വികസനത്തെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുണ്ടാകുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇതിനെ മുൻകൂട്ടി കാണുന്നു. വികസനം മനുഷ്യന്റെ ജീവിത സംവിധാനത്തെ തട്ടിത്തകർത്തുകൊണ്ടാകാൻ പാടില്ല, മനുഷ്യന്റെ ജീവിത സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടാകണം. നിങ്ങൾക്കറിയോ, ആ റോഡെങ്ങാനും
45 മീറ്ററിൽ വികസിപ്പിച്ചാൽ ലക്ഷക്കണക്കിന് മനുഷ്യരാ വഴിയാധാരാകാൻ പോകുന്നത്. ഞങ്ങൾ മന്ത്രി മോൻസ് ജോസഫിനോട് ചോദിച്ചു, അല്ല സാറേ, ഈ ലക്ഷക്കണക്കിന് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ റെഡിയാ, അവര് വികസനത്തിനെതിരല്ല, പക്ഷേ അവർക്ക് എന്തു കൊടുക്കും സാറേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈമലർത്തിയിട്ട് പറഞ്ഞു, ഈ പ്രൊജക്ടിലും ബജറ്റിലും ഒന്നുമില്ല സുഹൃത്തെ, എങ്കിൽ ഞങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ അത് വികസിപ്പിക്കാൻ സമ്മതിക്കൂല സാറേ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മന്ത്രിയുടെ മുമ്പിൽ നിന്ന് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ഇത് മനുഷ്യന്റെ പ്രശ്ന. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യ, ഇതിലെല്ലാ വിഭാഗവും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചാവക്കാടിൽ റോഡിന് വേണ്ടി സമരം ചെയ്തപ്പോ ഞങ്ങളൊന്ന് പിന്നിക്ക് നോക്കിയപ്പോ റോഡ് മതത്തിലുണ്ടോന്ന് ചോദിച്ച കൂട്ടരുണ്ട് ഞങ്ങളെ പിന്നില്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വീടിന്റെ മുന്നിൽ കൂടെ റോഡ് പോകുന്നത്. അപ്പം റോഡ് മതത്തിലുണ്ടോന്ന് അറിയണമെങ്കിൽ വീട്ടിന്റെ മുന്നിൽ കൂടെ പോയിട്ട് പെരീന്ന് പിടിച്ചിറക്കിയിട്ട് വികസനം നടപ്പാക്കാൻ തുടങ്ങിയ എല്ലാവർക്കും തിരും റോഡ് മതത്തിലുണ്ടോ എന്ന്. അപ്പോൾ ജീവിതത്തെ ഇസ്ലാമായി കാണുന്ന ഒരു തത്വശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കില്ല. ഒറ്റക്കാര്യം BOT-യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നു പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ രാജ്യത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ കണക്കനുസരിച്ച് 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ എത്രയാണെന്നറിയാമോ? 6.5 കോടി രൂപ. 6 കോടി രൂപ. BOT എത്രക്കാ നമുക്ക് റോഡ് ഉണ്ടാക്കി തരുന്നറിയാമോ? നമ്മളിങ്ങനെ ക്ഷണിച്ചു വരുത്തുന്ന BOT ഉണ്ടല്ലോ, നമുക്ക് 17 കോടി രൂപ. 6 കോടി രൂപയുടെ റോഡ് BOT ഉണ്ടാക്കി തരുന്നത് 17 കോടി രൂപ. അതിനകത്തോ 40% ഗ്രാന്റ്. അതുകൊണ്ട് തീർന്നില്ല. 6 കോടിക്ക് 17 കോടി, അതിനകത്ത് 40% ഗ്രാന്റ്. അത് തീർന്നില്ല. അതിനു പുറമെ 30 മീറ്ററിന്റെ റോഡിന് 45 മീറ്റർ, 15 മീറ്റർ കൂടുതലാ. അതുകൊണ്ട് തീർന്നില്ല. ഇതുണ്ടാക്കുവാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നിടത്ത് ടാക്സ് ഇളവ്. അതുകൊണ്ടും തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 10 കൊല്ലം അവർക്ക് ടോള് പിരിക്കുവാൻ നിങ്ങൾക്കറിയാം 1 കിലോമീറ്ററിന് 2 രൂപ. ഈ പെട്രോളിന് ഉൽപ്പന്നത്തിന് 2, പിന്നെ പെട്രോളിയം ഉൽപ്പന്നത്തിന് 2 രൂപ വർദ്ധിപ്പിച്ചപ്പോ നമ്മളൊക്കെ പിക്കറ്റിംഗ് നടത്തിയല്ലോ. പിക്കറ്റിംഗ് നടത്തിയ, ധർണ നടത്തിയ, ഹർത്താൽ നടത്തിയ പാർട്ടികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 1 കിലോമീറ്ററിനല്ല 1 ലിറ്റർ പെട്രോൾ കൊണ്ട് 50 കിലോമീറ്റർ പോകും. 50 കിലോമീറ്റർ പോകുന്ന യാത്രക്ക് 2 രൂപ കൂടിയത് തെറ്റാ? ആ തെറ്റിന്റെ പേരിൽ നിങ്ങൾ ഹർത്താൽ നടത്തി. പക്ഷേ ഈ പറയപ്പെട്ട റോഡ് വന്നാൽ 1 കിലോമീറ്ററിന് 2, 50 കിലോമീറ്ററിന് 100. ഈ പറയപ്പെട്ട രീതിയിൽ വൻതോതിൽ പണം പിരിക്കാനുള്ള അവസരം കൊടുത്തു. മാത്രമാണോ അത്? 20 കൊല്ലമല്ല 10 കൊല്ലം കൂടി നീട്ടാം. അപ്പൊ 30 കൊല്ലം ടോൾ പിരിക്കുന്ന ടോളിന് ടാക്സ് കൊടുക്കാതിരിക്കാൻ ടാക്സ് ഇളവ്. ഇത്തരത്തിലുള്ള ഒരു കൊള്ള നമ്മുടെ രാജ്യത്ത് നാം പൊരുതി നേടിയ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുന്ന ഒരു കൊള്ള അനുവദിക്കാൻ പറ്റുമോ? ഈ കൊള്ളക്ക് നേരെ പ്രവാചകന്മാർ കണ്ണടക്കോ? ഈ ജനങ്ങൾ വഴിയാധാരമാക്കപ്പെടുമ്പോൾ പ്രവാചകന്മാർ പള്ളിയിലിരിക്കോ? ഈ ജനങ്ങൾ കിടപ്പാടത്തിന് വേണ്ടി പൊരുതുമ്പോ പ്രവാചകന്മാർ പുറംതിരിഞ്ഞു പോകോ? അറിഞ്ഞുകൂടാ. ചരിത്രത്തിൽ അങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ടായിട്ടില്ല. വേദഗ്രന്ഥത്തിൽ അങ്ങനെയുള്ള പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രവാചകന്മാരുടെ പാദാനുധാവനം ചെയ്യുന്ന പ്രസ്ഥാനം എന്ന നിലക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അബൂജഹലിന്റെ കയ്യിൽ നിന്ന് ഇടപാട് കിട്ടാഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നവരോട് ചോദിച്ചില്ലേ? മക്കയിൽ കഅബാലയത്തിന്റെ ഓരത്തിരിക്കുന്ന അബൂജഹലിന്റെ ശിങ്കിടികൾ ചോദിച്ചോ, എന്തേ മോനെ തിരിച്ചു പോകുന്നു? അബൂജഹൽ ഇടപാട് തരുന്നില്ല. എങ്കിൽ എന്റെ ഇടപാടൊക്കെ വാങ്ങിത്തരാൻ പറ്റിയ? അങ്ങനെ നമ്മൾ കളിയാക്കാറുള്ളത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ കളിയാക്കിയിട്ട് പറഞ്ഞു, എല്ലാറ്റിനും സമരം ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ കളിയാക്കിയിട്ട് പറഞ്ഞു, അതാ അവിടെ ഒരു മുഹമ്മദ് ഉണ്ട്, എല്ലാവരുടെ പ്രശ്നവും മൂപ്പരാപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്, മക്കത്തെ പോയി നോക്ക. അങ്ങനെ അള്ളാന്റെ റസൂലുള്ളാന്റെ മുന്നിൽ പോയിട്ട്, വീട്ടിൽ പോയിട്ട് ആ ഈത്തപ്പനയോലയുടെ തകിട് കൊണ്ട് നിർമ്മിച്ച കൊച്ചുകൂരയുടെ മുന്നിൽ പോയിട്ട് കതക് മുട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, അബൂജഹൽ തരാനുള്ള ഇടപാട് തരുന്നില്ല. അള്ളാന്റെ റസൂലും അത് നോക്കിയിട്ടില്ല. അള്ളാന്റെ റസൂൽ എവിടുന്ന വരുന്നതെന്ന് ചോദിച്ചിട്ടില്ല. എന്താ നിനക്ക് തരാനുള്ളത്? ഇന്നത് തരാനുണ്ട്. അയാളുടെ കയ്യും പിടിച്ചിട്ട് പോയിട്ട് അബൂജഹലിന്റെ കതകിൽ മുട്ടിയിട്ട് അബൂജഹൽ വന്നപ്പോ ചോദിച്ചു, കൊടുക്കാൻ വല്ലതുണ്ടോ? കൊടുക്കാനുണ്ട്. എന്നാൽ അതങ്ങ് കൊടുത്തേക്ക. മടക്കി വിട്ട അബൂജഹൽ അകത്ത് പോയിട്ട് കൊടുക്കാനുള്ളത് കൊടുത്ത. എന്നിട്ട് ഈ കിട്ടാനുള്ളത് കിട്ടിയിട്ട് തിരിച്ചു പോകുമ്പോ കഅബാലയത്തിന്റെ പരിസരത്തുള്ള അബൂജഹലിന്റെ ശിങ്കിടിമാര് ചോദിച്ചു, എന്തേ സംഭവിച്ചോ? ഒന്നുമില്ല, കിട്ടാനുള്ളത് കിട്ടി. നിങ്ങൾ പറഞ്ഞത് ശരിയാ, മുഹമ്മദ് തന്നെ വാങ്ങി തന്നത്. ആളുകൾ ലഭ്യരായി. അങ്ങനെ അബൂജഹൽ സദസ്സിൽ വന്നപ്പോൾ ചോദിച്ചോ, അല്ല എന്താ സംഭവിച്ചത്? നീ മുഹമ്മദ് വന്നപ്പോഴേക്ക് ഭയപ്പെട്ടോ? അതേ, മുഹമ്മദ് അല്ല വന്നത്. മുഹമ്മദിന്റെ ഇരു ചുമലിലും ഒരു ഭീകര സത്വങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, മഹാനായ പ്രവാചകന്റെ ധാർമ്മികമായ കരുത്തുകൊണ്ട് അബൂജഹലിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് അബൂജഹലിന്റെ കയ്യിൽ നിന്ന് അവകാശം വാങ്ങിക്കൊടുത്ത അതേ ധാർമ്മികമായ കരുത്തുകൊണ്ട് ഹൈവേ വികസനത്തിന്റെ സമരത്തെയും ലക്ഷ്യത്തിലെത്തിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് MLA ഇല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യമില്ല, ഞങ്ങൾ വലിയ പ്രസ്ഥാനമല്ല, ഞങ്ങൾക്ക് ആളുകളില്ല. പക്ഷേ ഈ രാജ്യത്ത് കണ്ണുനീര് കുടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ അവരെ കൈയൊഴിഞ്ഞ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൈകഴുകി
ഓരത്ത് മാറി നിന്നപ്പോൾ ഓരത്ത് മാറി നിന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ അധികാര കേന്ദ്രത്തിന് മുമ്പിൽ അവരെ അണിനിരത്തി സമരം ചെയ്ത അവസാനം സർവകക്ഷി യോഗത്തിന് തീരുമാനിക്കേണ്ടി വന്നു. കേരളത്തിൽ 30 മീറ്റർ മതി, VOT വേണ്ട, പ്രധാനമന്ത്രിയെ കാണണം, കേസ് പിൻവലിക്കണം. 10ലേറെ കേസ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർക്കുണ്ട്. കേരളത്തിൽ ആരെങ്കിലും ഈ വിഷയത്തിൽ അടികൊണ്ടിട്ടുണ്ട് എങ്കിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകരാണ്. അഭിമാനത്തോടുകൂടി പറയുന്നു, മനുഷ്യന്റെ മൗലികാവകാശത്തിന് വേണ്ടി അടികൊണ്ടത്, പരലോകത്ത് ചെന്ന കൂലി കിട്ടുന്നുള്ള നല്ല ഉറച്ച ധാരണയോടുകൂടി അടികൊണ്ടത്, മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച അബൂജഹലിന്റെ കയ്യിൽ നിന്ന് അവകാശം വാങ്ങിക്കൊടുത്ത പ്രവാചകന്റെ അനന്തരഗാമികൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജനതയ്ക്കൊപ്പം നിൽക്കാൻ 2 വട്ടം ആലോചിക്കേണ്ട കൂട്ടരെ, ഈ തത്വശാസ്ത്രം തന്നെ അതിന്റെ പിൻബലമാണ്, പ്രവാചകന്മാർ അതിന്റെ പിന്തുണയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, ഈ അർത്ഥത്തിലായ ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. ലോകത്ത് കണ്ടക്കുന്ന എല്ലാ നെറികേടുകളും നമുക്ക് ആർക്കും വിഷയമല്ല. നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോയി കൊത്തുപോരാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് സമയമില്ല. ചില ആളുകൾ വേദി കെട്ടിയപ്പോ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഇനിയിപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ തെറിപ്പാട്ട്. അങ്ങനെ ഒരു തെറിപ്പാട്ടിന്റെ ചരിത്രമുള്ള പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. മറിച്ച് വളരെ നിശബ്ദമായി ഈ കാലഘട്ടത്തിൽ ഈ ജനതയോട് സംവദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സേവനത്തിന്റെ, പോരാട്ടത്തിന്റെ, സാമൂഹ്യ ഇടപെടലുകളുടെ, റിലീഫിന്റെ ഒരുപാട് ക്രിയാത്മകമായ പ്രവർത്തനത്തിന്റെ ധാരയാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ചിട്ടുള്ളത്. അതെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതിനപ്പുറം ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കാറില്ല. പക്ഷേ എന്റെ സുഹൃത്ത് ഷിഹാബ് സാഹിബിന്റെ പ്രഭാഷണത്തിൽ വരാം, വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇതല്ല എന്ന് സാധാരണക്കാരോട് പറയേണ്ടി വരുന്നു. പക്ഷേ അതുപോലും ഞാൻ എന്റെ സുഹൃത്തിന് അറിയാവുന്നതുപോലെ അതുപോലെ ഞങ്ങളുടെ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ്. ആ നിലവാരം തറ നിലവാരമല്ല, ഉയർന്ന നിലവാരമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റതറിയാഞ്ഞിട്ടല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റത് പരിചയമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്, വിശ്വാസമുണ്ട്, ഒരു മതിപ്പുണ്ട്. അത് തകർക്കലാണല്ലോ ചിലരുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ അതത്ര പെട്ടെന്ന് നടക്കൂല എന്ന് മാത്രമാണ് പറയാറുള്ളത്. വിഭജനത്തിന് മുമ്പുള്ള ഉദ്ധരണികളുടെ പ്രവാഹമാണ്. വിഭജനത്തിന് മുമ്പും ബിംബുമുള്ള ഉദ്ധരണികൾ ഈ പറയുന്ന കൂട്ടരുടേതൊക്കെ പരപക്ഷെ എടുത്തങ്ങ് ഉദ്ധരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയുന്നു LCDയുമായിട്ട് ഓടേണ്ടുന്ന ഗതികേടാണ് ഇവിടെ പല സംഘടനകൾക്കും ഉണ്ടാവുക. കാരണം വിഭജനത്തിന് മുമ്പും ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചോ, വിഭജനത്തിന് മുമ്പ് നിങ്ങൾ തീവ്രവാദി എന്ന് ആക്ഷേപിക്കുന്ന സയ്യിദ് മൗദൂദി സംസാരിച്ചോ. എന്തിനാണ് സംസാരിച്ചതെന്നറിയാമോ? ഇന്ത്യ വിഭജിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം നിൽക്കുന്ന വേദിയിലേക്ക് തീയുണ്ട പറന്നു വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ത്യ വിഭജിക്കരുതെന്ന് പറഞ്ഞിട്ടാ വന്നത്. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി പറയും, ജമാഅത്തെ ഇസ്ലാമിയുടെ അമരക്കാരൻ, ഒരുപക്ഷെ അന്നത്തെ നവോത്ഥാന നായകൻ സയ്യിദ് മൗദൂദി വിഭജനത്തിന് മുമ്പ് സംസാരിച്ചതും വിഭജനത്തിന് ശേഷം സംസാരിച്ചതും മനുഷ്യപ്പറ്റുള്ള ഉദ്ധരണികളായിട്ട് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. പക്ഷേ അതിനു മുമ്പ് വന്ന പല ഉദ്ധരണികളും ഞാൻ എന്റെ നാവ് കൊണ്ട് പറയുന്നില്ല. അതുപോലെ തന്നെ എഴുതപ്പെട്ട പല കത്തുകളും ഞങ്ങളുടെ മാന്യത കൊണ്ട് ഞങ്ങൾ പുറത്തെടുക്കുന്നില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയൂ. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വേദിയിൽ ഇത്തരം കൊച്ചു വർത്തമാനങ്ങൾ വരരുത് എന്ന് വല്ലാത്ത നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം ഞാൻ സ്വയം നിയന്ത്രിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇസ്ലാമിന്റെ സാമൂഹ്യാവിഷ്കാരമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ സമഗ്രമായി പ്രതിനിധീകരിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ്. നേരും നിറയും നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയ്ക്കകത്ത്, അഴിമതിക്കോരങ്ങ ഓമരങ്ങൾ തിമിർത്തു വാഴുന്ന ഒരു അധികാര കേന്ദ്രത്തിനകത്ത് തിന്മയ്ക്കെതിരെ പോരാടുക എന്നത് ആദർശ സമരമാണെന്ന് പഠിപ്പിച്ച ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അഫ്ദലുൽ ജിഹാദ് കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായർ, ധിക്കാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം വെട്ടി തുറന്നു പറയലാണ് വിപ്ലവം എന്ന് പഠിപ്പിച്ച, മഹാനായ സമരം എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകന്റെ ആ വാക്യങ്ങളാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പിൻബലമായി വർദ്ധിക്കുന്നത്. നമുക്കറിയാലോ, ഇവിടെ VOT ആയാലും ഇതിലെല്ലാവരും തുല്യരാ. കേന്ദ്രത്തെ കുറ്റം പറയും കേരളം, കേരളത്തെ കുറ്റം പറയും കേന്ദ്രം. നിങ്ങൾ കണ്ടല്ലോ, ഈ അടുത്ത വിലക്കയറ്റത്തിനെതിരെ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ 3 ദിവസം സമരം കണ്ടാൽ നമുക്ക് തോന്നാം വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം പോസ്റ്റ് മാസ്റ്ററാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അവിടെ സമരം നടന്നത്. അത് കഴിഞ്ഞപ്പോ സിവിൽ സപ്ലൈസ് ഓഫീസിന്റെ മുമ്പിൽ വേറെ സമരം. അത് കേരളം ഭരിക്കുന്ന കൂട്ടർക്കെതിരെ സമരം. കാരണം സിവിൽ സപ്ലൈ ഓഫീസിലാണ് ഇതിന്റെ വകുപ്പ് എന്നുള്ളതാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യം. ഒരു ഭാഗത്ത് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ, മറ്റിടത്ത് സിവിൽ സപ്ലൈസിന്റെ മുമ്പിൽ. സിവിൽ സപ്ലൈസിന്റെ മുമ്പിലും പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലും അല്ലല്ലോ പോകേണ്ടത്. ഇരു കൂട്ടരും അവരവരുടെ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പറയേണ്ട കാര്യമല്ലേ മര്യാദക്ക് ഭരിക്കണമെന്ന്. അത് ഭരിക്കാതെ ജനങ്ങളെ തെരുവാധാരമാക്കുക. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം
കാര്യമാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അനുഭവം വെച്ചാൽ ജനങ്ങളുടെ വികാരങ്ങൾ മറന്നുപോയ ഭരണകൂടങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അവരോടെങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? ഞങ്ങൾ കണ്ണൂരിൽ ചെന്നിട്ട് ഒരു മന്ത്രി ഒരു എംപിയോട് പറഞ്ഞു, അല്ല ബഹുമാനപ്പെട്ട എംപി, നിങ്ങളുടെ മണ്ഡലത്തിൽ ഈ റോഡ് കടന്നു പോകുമ്പോൾ ലക്ഷങ്ങൾ ഇതാ വയ്യാധാരമാകാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ ഫ്ളാറ്റിൽ താമസിച്ചുകൂടെ? അദ്ദേഹം ചോദിക്കുക, പതിറ്റാണ്ടുകളായി കുടിലുകളിൽ താമസിക്കുന്ന ഈ പാവം കൂട്ടർക്ക് കുടിവെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധി നമ്മോട് പറയാ ഫ്ളാറ്റിൽ താമസിച്ചുകൂടെ എന്ന്. അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെയാ ഭരണാധികാരികളൊക്കെ പ്രതികരിക്കാറുള്ളത്. ഒരാൾ ഒരിക്കൽ പറഞ്ഞതാ, മുട്ടയും പാലും കുടിച്ചൂടെ നമ്മോട് ചോദിച്ചോ. പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാര് ഭക്ഷ്യക്കമ്മി കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാ നിങ്ങൾക്ക് മുട്ടയും പാലും കുടിച്ചൂടെ എന്ന് ചോദിച്ചതാ. അതേപോലെ തന്നെ എല്ലാവർക്കും ഓരോ പേപ്പർ കുറവുള്ള പോലെ സംസാരിക്കാറുള്ളത്. ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, സർചാർജ് വർദ്ധിപ്പിച്ചു, പ്രതികരണം ഉണ്ടായി. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി, ഞാൻ മതിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു മന്ത്രിയാണ്, ആദിവാസികളുടെ പ്രശ്നം കുറച്ചൊക്കെ പരിഹരിക്കണമെന്ന് താല്പര്യമുള്ള മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉണ്ട് ഈ കുറവ്. അദ്ദേഹം പറഞ്ഞു, എന്താ കുറഞ്ഞ പൈസ വർദ്ധിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ 10 രൂപയ്ക്ക് കടല കുറിക്കുന്നില്ലേ? ഒരു ദിവസം നമ്മൾ വസ്ത്രം മാറിയിടാൻ 2 തവണ മാറിയിടാൻ 40-80 രൂപയാകുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു MLAക്ക് വസ്ത്രം മാറിയിടാൻ ഒരു ദിവസം 80, കടല കുറിക്കാൻ 10, അങ്ങനെ 90 രൂപ വട്ടച്ചെലവിനെടുക്കുന്ന ഒരാള് മൊത്തം കേരളത്തെ കുറിച്ച് അദ്ദേഹം എന്താണ് മനസ്സിലാക്കുന്നത്? ഇങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് പഞ്ചസാരക്ക് വില ഇങ്ങനെ വർദ്ധിച്ചപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചസാര മന്ത്രി നമ്മോട് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, പഞ്ചസാര കഴിക്കണ്ട. അപ്പോഴാണ് എന്റെ സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചത്, അദ്ദേഹം ടെക്സ്റ്റൈൽസ് മന്ത്രിയാകാതിരിക്കട്ടെ. കാരണം അദ്ദേഹം ടെക്സ്റ്റൈൽസ് മന്ത്രിയായ പിന്നെ എന്താ പറയാ, ഈ ഒരു സ്വഭാവത്തിലാണ് നമ്മൾ ആളുകൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിൽ വിവേകമുള്ളവനെ കുത്തിയിരുത്തണമെങ്കിൽ കേരളത്തിൽ ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഞാൻ പറയുന്നു, ഒരു ജനപക്ഷ രാഷ്ട്രീയ ചേരി നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വളരെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങുന്നത്. ഉമറിന്റെ ഭരണം പാതിരാ പ്രഭാഷണങ്ങളിൽ നടത്തുകയല്ല, ഉസ്മാന്റെ ഭരണം പാതിരാ പ്രഭാഷണങ്ങളിൽ നടത്താനുള്ളതല്ല. അതുപോലെ തന്നെ പ്രവാചകൻ സാധിച്ചെടുത്ത 23 കൊല്ലക്കാലത്തെ വിപ്ലവം ചരിത്രത്തിൽ വായിക്കാനുള്ളതല്ല. ആ 23 കൊല്ലക്കാലത്തെ രക്തരഹിതമായ വിപ്ലവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് യൂഫ്രട്ടീസിന്റെ തീരത്തൊരാട്ടിൻ കുഞ്ഞ് വിശന്നു ചത്താൽ ദൈവത്തോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ലോകത്തിന്റെ മാതൃകയായ ഒരു ഭരണാധികാരിയെ സമ്മാനിച്ച ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നേരും നിറകേടും തിരിച്ചറിയാത്ത ഒരു കലിയുഗത്തിൽ നിന്നുകൊണ്ട് ഒരു മാറ്റത്തെക്കുറിച്ചുള്ള വിപ്ലവമാണ് ഇസ്ലാമിക പ്രസ്ഥാനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിപ്ലവത്തിന്റെ അർത്ഥം തിരിയാത്തവർക്ക് ഇസ്ലാമിക പ്രസ്ഥാനം പറയുന്നത് മനസ്സിലാവൂല. അവരോട് സഹതപിക്കാനേ പറ്റോ. അതാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുവാൻ. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കറിയാം. ഇതിൽ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നില്ല. നമുക്കറിയാലോ, ഇന്നത്തെ യുവജന പ്രസ്ഥാനങ്ങൾ പോലും അങ്ങനെയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് ആരോ ചോദിച്ചോ, അല്ല സോളിഡാരിറ്റി മദ്യത്തോടൊപ്പമാണോ? ഞങ്ങൾ പറഞ്ഞു മദ്യത്തോടൊപ്പമാണ്. മദ്യം ഈ രാജ്യത്ത് ഹറാമാക്ക മദ്യം നിഷിദ്ധമാണ്. മദ്യം അനുവദനീയമാക്കപ്പെട്ട, വേശ്യാവൃത്തി അനുവദനീയമാക്കപ്പെട്ട, അതുപോലെ തന്നെ ഈ രാജ്യത്ത് നമുക്കറിയാവുന്നതുപോലെ ചൂതാട്ടം അനുവദീയമാക്കപ്പെട്ട ഒരു വ്യവസ്ഥിതിയാണ് ഈ രാജ്യത്തുള്ളത്. ആ വ്യവസ്ഥിതിക്ക് വേണ്ടി പോരാടണം എന്നതാണോ നമ്മുടെ ധർമ്മം? ആ വ്യവസ്ഥിതിയുടെ മാറ്റത്തിന് വേണ്ടി പോരാടണമെന്നാണോ നമ്മുടെ ധർമ്മം? നമ്മൾ പറയുന്നു അതും മതമാണ്, അതുകൊണ്ട് അതിനെതിരെ പോരാടണം. അത് മതമല്ല, അത് നിലനിൽക്കട്ടെ എന്ന അഭിപ്രായമുള്ളവരാണോ നമ്മളാണോ മദ്യത്തിന്റെ കൂടെയുള്ളത്? ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു, കേരളത്തിൽ ഒരുപക്ഷെ ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിത്തറകളിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്ത് സാമൂഹ്യ തിന്മക്കെതിരെ പടപൊരുതുന്ന ഒരു യുവത്വം ഈ കേരളത്തിലുണ്ട് എങ്കിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് മാത്രമേ ആധികാരികമായി ഈ രംഗത്ത് പരിചയപ്പെടുത്തുവാൻ ഒരു കൂട്ടർക്ക് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ധാർമ്മിക മൂല്യങ്ങളുള്ളവരില്ല എന്നല്ല, ഉണ്ട്. അവർക്ക് സാമൂഹ്യ ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നില്ല. സാമൂഹ്യ ധർമ്മം നിർവഹിക്കുന്നവർക്ക് ധാർമ്മിക പരിധികൾ പാലിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടല്ലേ ഈ അടുത്ത് കേരളത്തിലെ ഒരു മുഖ്യധാര യുവജന പ്രസ്ഥാനം 17 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റേറ്റ് സമ്മേളനം നടത്തുക ആവശ്യത്തോടുകൂടി നമ്മൾ കണ്ടു. പക്ഷേ സംഭവിച്ചത് അതിനകത്തെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ സംഭവിക്കാതെ പോയതും അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, ഒരു സെഷൻ പോലും മടി നടക്കാത്ത സെഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സമ്മേളനം 17 കൊല്ലത്തിന് ശേഷം കൊല്ലത്ത് നടന്നോ? ഇതല്ല. അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ധാർമ്മികമായ പിൻബലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ തിന്മക്ക് നേരെ തുറന്നുവെച്ച കണ്ണുകളോടുകൂടി കാതോർക്കുന്ന ഒരു ജനവിഭാഗം, അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മൂല്യങ്ങൾ പകർത്തുന്ന ഒരു വിഭാഗം, അത്തരം ഒരു യുവത്വത്തെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രതിനിധീകരിക്കുന്നത്. മദ്യത്തിനെതിരെ പടപൊരുതുന്ന, സാമൂഹ്യ തിന്മക്കെതിരെ പടപൊരുതുന്ന ഒരു യുവജന പ്രസ്ഥാനം. നിങ്ങൾക്കറിയോ, ഈ കേരളത്തിൽ 200 സമരങ്ങൾ നടക്കുന്നുണ്ട്. ഈ 200 സമരങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആരും മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി നടത്തുന്ന സമരമല്ല, മറിച്ച് അവർ നടത്തുന്ന സമരം ജീവിക്കാനുള്ള സമരമാണ്. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള
സമരം, ഭൂമിക്ക് വേണ്ടിയുള്ള സമരം, അതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഭൂമിക്കും ശുദ്ധവായുവിന് വേണ്ടിയുള്ള സമരം. ഇത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ പരാമർശമാണ്. ശുദ്ധമായ മണ്ണ്, ശുദ്ധമായ വെള്ളം, അതുപോലെ തന്നെ ശുദ്ധമായ വായു, ഇത് ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന സൗകര്യമാണ്. ഈ മനുഷ്യൻ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന ഈ ശുദ്ധവായുവും ശുദ്ധജലവും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ശുദ്ധമായ മണ്ണും കളങ്കപ്പെടുത്തുന്നതാരാണ്? മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന, വായുവിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന, അതുപോലെ തന്നെ ഈ രാജ്യത്ത് മണ്ണിന്റെ വെള്ളത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ഖുർആനിന്റെ ആഹ്വാനമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, അത് ഖുർആൻ പാരായണം ചെയ്യണം. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പരാമർശങ്ങളിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി ദൈവം സംവിധാനിച്ചിരിക്കുന്ന ഭൗതികമായ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന ആർത്തിമൂത്ത വികസന പദ്ധതിക്കെതിരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ യുവജന പ്രസ്ഥാനവും ഒക്കെ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനൊരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്, അത് ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സെമിനാറിന്റെ പ്രളയമാണ്, നടക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ നാളെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാസർകോട്ടേക്ക് പോകുമ്പോഴുണ്ട്, എൻഡോസൾഫാൻ ദുരിതബാധിതരോട് നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയും. ഞാൻ നെട്ടിപ്പോയി. സോളിഡാരിറ്റിയുടെ ബോർഡാണോ? അല്ല, കേരളത്തിലൊരു യാഥാസ്ഥിക സംഘടനയുടെ ബോർഡ്. യാഥാസ്ഥിക സംഘടനകൾക്ക് നേരം വെളുത്തിട്ടും ഉപ്പത്തിസ്റ്റുകൾക്ക് എന്താണ് നേരം വെളുക്കാത്തത് എന്ന് പടച്ച റബ്ബിനെ അറിയോ? എൻഡോസൾഫാന്റെ വിഷയത്തിൽ എന്താ പുറംതിരിഞ്ഞു നിൽക്കുന്നത്? നമ്മളാരും പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. നമ്മൾ മുമ്പേ അങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്. ആ അവസ്ഥയിലേക്ക് മതസംഘടനകൾ ഇപ്പോൾ പുറംതിരിച്ചിൽ നിർത്തിയിട്ട് നേരെ തിരിഞ്ഞിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടും പുറംതിരിഞ്ഞു നിൽക്കാൻ ചില കൂട്ടരെ തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ആരോടും വിയോജിപ്പില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ വിയോജിക്കാനിട്ട് സമയമില്ല. മനുഷ്യന്മാരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ തിന്മയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിക്കകത്ത് ഒരുപാട് ചെയ്യാനുണ്ട്. ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ അതിന്റെ സാമൂഹ്യ ധർമ്മം നിർവഹിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി അങ്ങ് വെറുതെ വിട്ടേക്ക് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ആരുടെയും നെഞ്ചത്ത് കയറുവാൻ, ആരെയും കുറിച്ച് ആ അർത്ഥത്തിൽ നിരൂപണം നടത്തുവാൻ, എന്നിട്ട് കോഴികൊത്ത സംവാദം നടത്തുവാൻ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സമയമില്ല. വളരെ കുറഞ്ഞ പ്രവർത്തകർ, വലിയ ദൗത്യം ആ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച ആ ധർമ്മത്തെ ഈ കാലഘട്ടത്തിൽ അതിന്റെ തനിയാവർത്തനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പിന്തുണച്ചിട്ടില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തുന്ന, എന്നിട്ട് വിമർശിക്കുന്ന, എന്നിട്ട് തെറ്റായി ധരിപ്പിക്കുന്ന, എന്നിട്ട് അതും ഒരു ഗുണകാംക്ഷയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന പിന്തിരിപ്പൻ നിലപാടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പിന്മാങ്ങണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് ആ അർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിമർശന ബുദ്ധിയാ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കുവാൻ സന്നദ്ധമാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിക്കുന്ന ദൗത്യം ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിക്കുന്ന ദൗത്യമാണ്. നവോത്ഥാന നായകന്മാർ നിർവഹിച്ച ദൗത്യമാണ്. മാത്രമല്ല കേരളത്തിൽ നിന്നിട്ട് ഞാൻ പറയാം, മമ്പുറം മലവിത്തങ്ങൾ നിർവഹിച്ച, അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം നിർവഹിച്ച, ആലി മുസ്ലിയാർ നിർവഹിച്ച ദൗത്യമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിക്കുന്നത്. എവിടെയും ചുവട് തെറ്റിയിട്ടില്ല, എവിടെയും കണ്ണി വിട്ടുപോയിട്ടില്ല, ആരും ഇത് ഉപേക്ഷിച്ചിട്ടില്ല. കൈമോശം വന്നു പോയത് ആർക്കാണ്, എവിടെയാണ്, എന്താണ് എന്ന് ഓരോരുത്തരും സ്വയം പോക്കറ്റ് തപ്പി നോക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാമോ, സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ച് ചരിത്രം നിങ്ങൾ വായിക്കുന്നുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, രണ്ടാമൻ, ഇവരുടെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഫിഖ് പഠിക്കാൻ എളുപ്പമുള്ള, സരസമായി ഫിഖ് പഠിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം. പള്ളി ദർസിൽ എല്ലാവരും ഓതാറുള്ള ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നത്. ഫിഖ് സരസം എന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമുണ്ട്. എന്തായാലും ഫിഖിന്റെ കർമ്മശാസ്ത്ര മസലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ രചിച്ച ബഹുമാന്യനായ നമുക്കറിയാം സൈനുദ്ദീൻ മഖ്ദൂമിന് ഒരു ഗ്രന്ഥമുണ്ട്, തുഹ്ഫത്തുൽ മുജാഹിദീൻ. നിങ്ങൾക്കറിയോ ആ തുഹ്ഫത്തുൽ മുജാഹിദീന്റെ പ്രമേയം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാവുന്നതുപോലെ കണ്ണൂരിലും കൊച്ചിയിലും കോട്ട കെട്ടിയിട്ട ആധിപത്യത്തിന്റെയും അധിനിവേശത്തിന്റെയും തേരുതെളിയിച്ച പറങ്കിപ്പടയോട് പടവെട്ടുവാൻ സ്വന്തം ജനതയോട് ആഹ്വാനം ചെയ്യുന്ന സാമൂതിരിക്ക് കീഴിൽ നിന്നുകൊണ്ട് പറങ്കിപ്പടയുടെ അധിനിവേശത്തെ ചെറുക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ജിഹാദാണെന്ന് പ്രഖ്യാപിച്ച പുസ്തകമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. സൈനുദ്ദീൻ മഖ്ദൂമിന് പോലും ചുവട് പിഴച്ചിട്ടില്ല. അദ്ദേഹം മതത്തിന്റെ പണ്ഡിതനാണ്, മതഗ്രന്ഥങ്ങൾ രചിച്ച വ്യക്തിയാണ്. പള്ളി ദർസുകളിൽ എന്റെ സുഹൃത്തുക്കൾക്ക്, മുസ്ലിം പണ്ഡിതന്മാർക്ക് വിജ്ഞാനങ്ങൾ പകർന്നു കൊടുത്ത ബഹുമാന്യനായ ഉസ്താദാണ്. അതുപോലുള്ള ബഹുമാന്യനായ പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നു, മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിച്ച
ജീവിച്ച, സാമൂതിരിക കീഴിൽ സ്വസ്ഥമായി ജീവിച്ച മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച, അതുപോലെ തന്നെ അഴുക്ക് ജാലുകളിൽ അവർ വാഹനമായി ഉപയോഗിച്ച, വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ പിച്ചിച്ചീന്തിയ പറങ്കിപ്പട കടന്നു വന്നപ്പോൾ ആ പറങ്കിപ്പടക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ അധ്യായം തീർക്കുവാൻ, അഥവാ അമുസ്ലിമായ അന്ന് സാമൂതിരിക കീഴിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് ജിഹാദാണെന്ന് പ്രഖ്യാപിച്ച സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അധ്യാപനങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. നിങ്ങൾക്കറിയില്ലേ മമ്പുറം മലവിത്തങ്ങളും അങ്ങനെ തന്നെയാണ്. മമ്പുറം അലവിത്തങ്ങളും ഈ അധിനിവേശത്തെ ചെറുത്ത വ്യക്തിത്വമാണ്. ആലി മുസ്ലിയാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങ് ലക്ഷദ്വീപിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് മമ്പുറം മലവിത്തങ്ങൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ നാടുകടത്തുന്നത്, ഫസൽ പൂക്കോയ തങ്ങളെ നാടുകടത്തുന്നത്. എന്തിനാ? സാമ്രാജ്യത്വത്തിനെതിരെ പടപുരുതിയിട്ട പള്ളി ദർസുകളിൽ നിന്ന് പഠിച്ച അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ദിവ്യ പ്രഭയിൽ നിന്നുകൊണ്ട് മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ച ഈ പറയപ്പെട്ട വന്ധ്യവയോധികരായ പണ്ഡിതന്മാർ അവർ പള്ളി ദർസുകളിൽ നിന്ന് താടിയും തലപ്പാവും ധരിച്ച അതിശക്തമായ അധിനിവേശത്തിനും അടിമത്വത്തിനും കടന്നുവന്ന സാമ്രാജ്യത്വത്തോട് നെഞ്ചു വിടർത്തിക്കൊണ്ട് പടപൊരുതുകയുണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് വന്നത് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തി എന്ന് പറഞ്ഞപ്പോ ബഹുമാന്യനായ ആലി മുസ്ലിയാര അങ്ങ് ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ട് തിരൂരങ്ങാടി പള്ളിയിൽ ചുമതലയേറ്റിയിട്ട് പിന്നീട് അദ്ദേഹം ചെയ്തത് പള്ളി ദർസും വയലുപരമ്പരയും മാത്രമല്ല, അദ്ദേഹം ചെയ്തത് പള്ളി ദർസും വയലുപരമ്പരയും ഉള്ളതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മലബാറിലുള്ള പാവപ്പെട്ട ജനവിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് പടനയിച്ചോ സാമ്രാജ്യത്വ ഭീകരന്മാരായ ബ്രിട്ടീഷുകാർക്കെതിരെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, മുസ്ലിം സഹോദരങ്ങളെ മനസ്സിലാക്കണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം പറങ്കിപ്പടനയുടെ അധിനിവേശത്തോട് പടപൊരുതിയെങ്കിൽ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആലി മുസ്ലിയാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയെങ്കിൽ, പതിറ്റാണ്ടുകൾക്കിപ്പുറം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തെ ചെറുക്കുന്നെടുത്ത എന്തേ മുസ്ലിം സമുദായം അമാന്തിക്കുന്നു എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അതുകൊണ്ട് ചരിത്രത്തിന്റെ തനിയാവർത്തനത്തിന്, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പാത അനുധാവനം ചെയ്യുന്നതിന്, പ്രവാചകന്മാർ നിർവഹിച്ച ആദർശ സമരം നിർവഹിക്കുന്നതിന്, ആത്മീയ രംഗത്തെന്ന പോലെ സാമൂഹ്യ ജീവിതത്തിലും ഇസ്ലാമിന്റെ ആവിഷ്കാരത്തിന് ആർജവത്തോടുകൂടി രംഗത്തിറങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രിയമുള്ളവരെ ജമാഅത്തെ ഇസ്ലാമി. മതസംഘടനകൾ അതിലേക്ക് കടന്നു വരണം. മതസംഘടനകൾ കൊച്ചു കൊച്ചു സംവാദങ്ങൾ അവസാനിപ്പിക്കണം. തർക്കങ്ങൾ ഒഴിവാക്കി സംവാദങ്ങളാകാം, ആർക്കുമാകാം, പക്ഷേ അത് ആരോഗ്യകരമാകണം. അതുപോലെ തന്നെ സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാകണം. ഒന്നിച്ചിരുന്നിട്ട് സംസാരിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല, ആർക്കൊരു വിരോധമല്ല. പക്ഷേ അത് തെരുവിൽ വെച്ചിട്ട് എന്നിട്ട് വൈകൃതങ്ങളെ പ്രബോധനം ചെയ്യുന്ന സ്വഭാവത്തിലാകാൻ പാടില്ല. ഒരിക്കൽ ഞാനൊരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അതിലേക്ക് കിടക്കരുത് 100 വട്ടം നെയ്യത്ത് ചെയ്തിട്ട് അങ്ങോട്ട് കയറിയത്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരിക്കൽ ബസ്സിൽ ഇങ്ങനെ പോരുമ്പോ എന്റെ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത നോൺ സ്റ്റോപ്പാണ്. എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർ വളരെ സമർത്ഥമായി എഡിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പ്രസംഗം ഞാൻ കണ്ടു, ഞാനൊന്ന് കേട്ടോ, അഥവാ ഞാനില്ലാത്ത എന്റെ പ്രസ്ഥാനമില്ലാത്ത ഒരു പ്രദേശത്ത് എന്റെ പ്രസംഗം കാണുന്നത്. അപ്പൊ കാണാൻ കഴിഞ്ഞത് തലവെട്ടി കാലുവെട്ടി ഉടല് കടന്ന് പടക്കുക, അഥവാ ഈ അർത്ഥത്തിൽ ആശയങ്ങളോ വികൃതങ്ങളാക്കി പ്രബോധനം ചെയ്യുക. എന്തിനാണ് സഹോദരന്മാരെ നമ്മൾ ഇത് ചെയ്യുന്നത്? ഒരു സാങ്കേതിക സംവിധാനത്തെ തന്നെ കേരളം തെറ്റിദ്ധരിച്ചിരിക്കുക. ആളുകളോട് ചില സഭ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ആളുകൾ പറയും, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യതകൾ ഇന്നതാണ്. TV എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ടതും വരും, വേണ്ടാത്തതും വരും. അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യതകളെ കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോ LCD എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുക, താടിയും തലപ്പാവും വെച്ച മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന, വൈകുന്നേരമായാലും തെരുവുകളിലൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധന എന്ന രീതിയിൽ ഒരു സംഗതിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുന്നു. ഒരു പക്ഷേ കമ്പനി അറിഞ്ഞാൽ മാനനഷ്ട കേസ് കൊടുക്കാൻ നല്ല സാധ്യതയുണ്ട്. ഒരു സംവിധാനത്തെ ഇത്ര വഷളാക്കുന്നു, ഒരു സമുദായത്തെ തെരുവിൽ തെറി വിളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്, നമ്മൾ ഇതൊക്കെ അവസാനിപ്പിക്കണം. തർക്കമുണ്ടോ? തർക്കമൊക്കെ മനുഷ്യന്മാർ തമ്മിൽ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് തെരുവിൽ തല്ലുകയല്ല, ആക്ഷേപിക്കുകയല്ല, അമാന്യമായി ഉന്നയിക്കുകയല്ല. മാന്യമായി സർഗാത്മകമായ സംവാദങ്ങൾ അടച്ചിട്ട റൂമുകളിൽ നടത്താം. തെരുവിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതല്ല. മനുഷ്യർക്ക് വേണ്ടത് തെറി പ്രഭാഷണങ്ങളല്ല. മനുഷ്യർക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിൽ വല്ലതും പകർത്താനുണ്ടോ, അവർക്ക് വല്ലത് സഹായങ്ങളും ചെയ്തു കൊടുക്കാനുണ്ടോ, അവരനുഭവിക്കുന്ന തിടുക്കത്തിനും ഇടുക്കത്തിനും ഒരു അയവ് വരുത്താനുണ്ടോ? മനുഷ്യപക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു പ്രവാചകനും ഒരു ജനതക്കും ഭാരമായിട്ടില്ല. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ പലപ്പോഴും തെരുവിന്റെ വിവരണം എന്ന് പറയുന്നത് മതസംഘടനകൾ ഭാരമായി കൊണ്ടിരിക്കുന്നു എന്നിടത്താണ് പലപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, അതൊരിക്കലും അഭികാമ്യമല്ല, ആരോടും യോജിപ്പില്ല. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായി ചിന്തിക്കണം. ഒരു യുഗത്തിൽ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം കമ്മ്യൂണിസം അതിന്റെ ആശയ പ്രതിസന്ധിയോട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു
കാലഘട്ടത്തിൽ, മുതലാളിത്തം കാലിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, ആഗോളതലത്തിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിന്റെ നവജാഗരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പാശ്ചാത്യ മീഡിയകളിൽ ഇസ്ലാം ഒരു ബദലായി സമർപ്പിക്കപ്പെടുകയും വിശകലനം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ യുഗധർമ്മം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ ചരിത്ര സന്ധ്യയിൽ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും ഇസ്ലാമിന്റെ കാരുണ്യവും അതുപോലെ തന്നെ മനുഷ്യപ്പറ്റുള്ളതും വിമോചനാത്മകവുമായ മുഖത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. ആ ചരിത്രധർമ്മം നിർവഹിക്കുവാൻ ആരുമായും സഹകരിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ്. യോജിക്കാവുന്നിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ പോളിസി തന്നെ അതാണ്. സുന്നി വിഭാഗത്തോട് ഞങ്ങൾ ഏറ്റുമുട്ടലിനില്ല, നിങ്ങൾ വല്ല നല്ല കാര്യം ചെയ്യോ, ഞങ്ങൾ ഞങ്ങളോട് സഹകരിക്കാൻ സന്നദ്ധമാണ്. നിങ്ങൾ നന്മയിൽ സഹകരിക്കുക, നിങ്ങൾ തിന്മയിൽ സഹകരിക്കുക. നന്മയിൽ ആരോടും അവർ ചെയ്യുന്ന നല്ല ധർമ്മത്തെ നമ്മൾ അംഗീകരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തോട് അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അതിന്റെ നയപരമായ അല്ലെങ്കിൽ അതിന്റെ രീതിശാസ്ത്രത്തോട് ഒരു പക്ഷേ വിയോജിപ്പുണ്ടാകാം. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആദർശ സമരത്തെ നമ്മൾ വിലമതിക്കുന്നു. തബ്ലീഗ് ജമാഅത്തിനോടോ അവരും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ യോജിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ അവരും ഒരുപാട് നല്ല ധർമ്മങ്ങൾ ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷേ സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ന് ഇന്ത്യയെ വർഗീയമായ അഗ്നിക്ക് വിട്ടുകൊടുക്കാതെ ഈ രാജ്യത്തിന്റെ സെക്യുലർ സ്വഭാവം നിലനിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അവരോടും മതിപ്പാണ്. ആ അർത്ഥത്തിൽ മതരാഷ്ട്രീയ സംഘടനകളോട് ഒരർത്ഥത്തിലുമുള്ള വൈരമില്ലാത്ത വൈകാഗ്യമില്ലാത്ത പ്രസ്ഥാനമാണ്. പക്ഷേ തത്വാധിഷ്ഠിതമായുള്ള വിയോജിപ്പുകൾ ഉണ്ടാകാം. ആ വിയോജിപ്പുകൾ മാന്യമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിശകലനം ചെയ്യാറുള്ളത്. ആ അർത്ഥത്തിൽ നമ്മൾ എന്തെന്ന് നമ്മെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു സംസ്കാരം. നമ്മൾ എന്തെന്ന് പറയാതെ മറ്റുള്ളവർ എന്തല്ല എന്ന് പറയുന്നതാകരുത് ഒരു മതസംഘടനയുടെ പ്രബോധനം. ആ അർത്ഥത്തിൽ അല്പം കൂടിയൊക്കെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ വിശാലത കാണിക്കണം. എല്ലാവരും മരിക്കേണ്ടവരാണ്. എന്തിനാ ഈ പണിയൊക്കെ എടുക്കുന്നത്? പരലോകത്ത് പോയിട്ട് പ്രതിഫലം കിട്ടണം. ചിലപ്പോ തോന്നും അതിനെന്നെയാണ് അപ്പൊ ഈ പണിയൊക്കെ എടുക്കുന്നത്. ആ അർത്ഥത്തിലല്ലേ നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. പരലോകത്ത് പോകണം, പടച്ചറപ്പിന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടണം. പടച്ചോൻ വെറുതെ വിടൂല. പടച്ചോനോടുള്ള ബാധ്യതകൾ പോലെ തന്നെയാണ് പടപ്പുകളോടുള്ള ബാധ്യത. ഞാൻ എന്റെ അപരനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ ബോധം വേണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നു, ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. മഹാനായ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട്, മനിൽ മുഫ്ലിസ്, ആരാ പാപ്പരൻ, ആരാണ് പാപ്പരൻ? പ്രവാചകൻ പറഞ്ഞോ, പ്രവാചകൻ ചോദിച്ചോ? അനുചരന്മാർ പറഞ്ഞു, അല്ല ദിർഹം വല ദിനാർ, ദീനാറും ദിർഹമും ഇല്ലാത്തവനാണ് പാപ്പരൻ, പണക്കാരനായിട്ട് പൊളിഞ്ഞു പോയവനാണ് പാപ്പരൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുത്തി, അല്ല, നാളെ പരലോകത്തൊരു വിഭാഗം വരും, അവർക്ക് കൊട്ട നിറയെ നമസ്കാരം, അവർക്ക് കൊട്ട നിറയെ നോമ്പ്, അവർക്ക് കൊട്ട നിറയെ ദാനധർമ്മങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ സുഹൃതങ്ങളുടെ പാരാവാരങ്ങളുമായിട്ട് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വരും. പക്ഷേ അവൻ അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ തൊട്ടപ്പുറത്തൊരാളെ കാണും, ഇവനെ അവൻ ആക്ഷേപിച്ചിട്ടുണ്ട്, മറ്റൊരുത്തനെ കുറിച്ച് അവൻ കളവ് പറഞ്ഞിട്ടുണ്ട്, വേറൊരുത്തനെ കുറിച്ച് അവൻ പരിഹാസം നടത്തിയിട്ടുണ്ട്, വീണ്ടും മറ്റൊരുത്തനെ കുറിച്ച് അവൻ കൊന്നിട്ടുണ്ട്, മറ്റൊരുത്തനെ അവൻ പ്രഹരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമസ്കാരത്തിന്റെ ഭൗതികമായ കണക്കിലോ ഒരു കുഴപ്പമില്ല. നമസ്കാരത്തിന്റെ നോമ്പിന്റെ വലിയ കൊട്ടയുമായി നമ്മൾ ദുന്യാവെന്ന് വിലയിരുത്തിയാലോ എന്തോ ഒരു നല്ല മനുഷ്യൻ മുത്തക്കെ പരലോകത്ത് ചെല്ലുമ്പോൾ പടപ്പുകളോട് ചെയ്ത ഈ പ്രശ്നങ്ങൾ പടപ്പുകൾ ഉന്നയിക്കും, പടച്ചോനെ എന്നെ പ്രഹരിച്ചിട്ടുണ്ട്. അങ്ങനെ അവന്റെ അമലെടുത്തിട്ട് കൊടുക്കും ഈ അടി കിട്ടിയവന്, അവന്റെ അമലെടുത്തിട്ട് കൊടുക്കും ഈ ആക്ഷേപത്തിന് അർഹനായവന്, അവന്റെ അമലെടുത്തിട്ട് കൊടുക്കും ഈ പരിഹാസത്തിന് അർഹമായവന്, അവന്റെ അമലെടുത്തിട്ട് കൊടുക്കും. അവനെ കൊടുത്തിട്ട് ഈ പാപം മനുഷ്യന്റെ കൊട്ട നിറയുള്ള അമലുകൾ തീരും. എന്നിട്ടും അവൻ ചെയ്ത ഉപദ്രവങ്ങൾ ബാക്കിയാകും. എന്നിട്ട് ആ ഉപദ്രവങ്ങൾ എടുത്തിട്ട് ഇവന്റെ മേലെ ചാർത്തും. സഹോദരന്മാരെ, നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടത് ഈ അർത്ഥത്തിൽ അല്പം കൂടി മാന്യമായ ശൈലിയിലാകണം. മറ്റൊരുത്തന്റെ നെഞ്ചത്ത് നിന്നിട്ടല്ല ഞാൻ എന്റെ ആദർശത്തെ പറയേണ്ടത്. മറ്റൊരുത്തനെ വിയോജിക്കാം, മാന്യമായ സ്വഭാവത്തിലാകണമത് ഇസ്ലാമിക പ്രസ്ഥാനം അത് ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള സംഭാഷണങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രഭാഷണങ്ങൾ പോലും പലപ്പോഴും നടത്താറില്ല, ആ സമയം കിട്ടാറില്ല. ആ അർത്ഥത്തിൽ അതിന് സമയം കൊടുക്കരുത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട് മതസംഘടനകളെയും സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനയും വിമർശിച്ചുകൊണ്ട് തെരുവ് തല്ലലല്ല നമ്മുടെ പരിപാടി. മറിച്ച് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിനെ സമഗ്രമായി അവതരിപ്പിക്കുക എന്ന ചരിത്രധർമ്മമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. നിരന്തരമായ വിമർശനങ്ങൾ കേട്ട് എന്നിട്ട് സാധാരണക്കാർ ചോദിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് അങ്ങനെ ഇല്ല കൂട്ടരെ എന്ന മറുവശമേ പറയാവൂ. എന്നാലും പ്രതിപക്ഷ ബഹുമാനത്തോടും കൂടി അതുപോലെ തന്നെ ഇതര ജനവിഭാഗത്തോട് വളരെ പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിയോജിക്കാൻ പോലും പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മറ്റതൊന്നും അറിയാഞ്ഞിട്ടല്ല ഇന്ന് നടക്കുന്നത് കാളകൂട്ട
കാളവൂട്ടാണ്. കാളവൂട്ട് നന്നായിട്ടറിയുന്നവരാണ്. കാരണം പല കാളവൂട്ട് സംഘത്തിൽ നിന്നും വന്നവരാണ് ഇതിനകത്തുമുള്ളത്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ കാളവൂട്ട് നിർത്തിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, അതല്ല മതം. മതം കാളവൂട്ടല്ല, മതം നസീഹത്താണ്. അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ് സുഹൃത്തുക്കളെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.